السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولنا وحبيبنا وقدوتنا محمد وعلى آله وصحبه وسلم تسليما كثيرا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്റ്റേജിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാനമുള്ള വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, ജാമിയ അൽ ഹിന്ദിൻ്റെയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെറിയ 2-3 സംരംഭങ്ങൾ കൂടി നമ്മുടെ പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തതാണ്. വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ കാലാകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചു. അള്ളാഹുവിൻ്റെ ദൂത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിൽ അവസാന പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അവസാന പ്രഭാഷണത്തിൽ ഇത് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, ഇത് എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം, ദീന് പഠിക്കണം. അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ദീന് പ്രബോധനം ചെയ്യുക, അള്ളാഹുവിൻ്റെ ദീന് എത്തിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഞാൻ മുഅ്മിനീങ്ങളിൽപ്പെട്ടവനാണ്, മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, എൻ്റെ ജീവിതം അതിനനുസരിച്ചുള്ളതാണ് എന്നുള്ളത് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരെക്കാൾ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്തത്, ഏറ്റവും നല്ല സംസാരം സംസാരിച്ചത് ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീന് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന തുല്ലാബുകളെ വാർത്തെടുക്കാൻ ഈ ഇരിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകിയിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മുടെ മഹത്തായ നമ്മുടെ മാതൃസ്ഥാപനമായ ജാമിയത്തുൽ ഹിന്ദ് ഇസ്ലാമിയ, അതിൻ്റെ പിന്നിലുള്ള ആളുകളാണ്
എൻ്റെ ഈ സ്റ്റേജിലിരിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ തുലാബുകളും അതിനെ മുന്നോട്ട് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളും. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ, അതിൻ്റെ കീഴിലുള്ള ഹിഫ്ദ് കോളേജുകൾ, ഇതിലേക്ക് അതേപോലെ തന്നെ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ പോലെ തന്നെ നമുക്ക് ഹദീസിൽ നല്ല കഴിവുള്ള, ഹദീസ് വിജ്ഞാനീയങ്ങളിൽ നല്ല കഴിവുള്ള പണ്ഡിതന്മാരെ, പഠിച്ച വിദ്യാർത്ഥികളെ, തുല്ലാബുകളെ ഒന്നും കൂടി അതിലേക്ക് ആഴത്തിലുള്ള ഹദീസ് വിജ്ഞാനീയങ്ങൾ പഠിച്ച, സ്വാഭാവികമായും നമ്മുടെ നാട്ടിലൊക്കെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പിന്നെ അതിൽ അവർക്ക് അവരുടെ പഠനകാലത്ത് അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ അത് അവരുടെ പ്രബോധന ജീവിതത്തിലും അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും വായിക്കാനും പഠിക്കാനും നമുക്ക് സമയം കിട്ടുന്നില്ല, തിരക്കുകളാണ്. പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് കുതുബ് സിത്തയായിട്ട് ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും അവരൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹിം ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതം മുഴുവൻ അള്ളാഹിൻ്റെ ദീനിൻ്റെ ഹദീസിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചു. അതൊന്ന് വായിക്കാനും അതിൽ നിന്നുള്ള മസലകളെ ഹല്ല് ചെയ്യാനും പഠിക്കാനും നമുക്ക് സമയം കിട്ടാതെ വരുന്നു. അതിന് ഒഴിഞ്ഞിരിക്കേണ്ട കുറച്ച് ആളുകൾ ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിയിട്ട് ദാറുൽ ഹദീസ് എന്ന പേരിൽ ഒരു സ്ഥാപനം, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾക്ക് അത് മുറാജ ചെയ്യാനും അവർക്ക് ഹദീസ് പഠിക്കാനുമുള്ള മഹദുൻ നൂറൈൻ എന്ന് പറയുന്നൊരു സ്ഥാപനം കുറച്ച് കുട്ടികൾക്ക്, വളരെ കുറച്ച് കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ളാക്കാനുള്ള, മതം പഠിക്കാനുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യത്തിലുള്ള ചെറിയൊരു സംവിധാനം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ ഒരു സലഫി മൻഹജോടുകൂടി സലഫി ലൈനിൽ പെൺകുട്ടികൾക്ക് മതം പഠിക്കാനുള്ള അല്ലെങ്കിൽ ഹിഫ്ളാക്കാനുള്ള ഹിഫ്ള് സ്ഥാപനം കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം, പക്ഷേ അവരുടെയൊക്കെ മൻഹജും രീതികളും അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളും നമ്മുടെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ വക്താക്കളല്ല കൊണ്ടു നടക്കുന്നത്. അവിടെയുള്ള സ്ഥാപനങ്ങൾ കുട്ടിയെ ഒരു ഹാഫിളത്താകണം, ഒരു ആലിമത്താകണം, നല്ലൊരു സംവിധാനത്തിൽ കുട്ടി വളരണം എന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ ഇണ്ടിടുന്നു വിദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിലും. പിന്നെ അതിൻ്റെ സ്വാധീനമുണ്ടാകുന്നു, വളരെ പ്രയാസങ്ങൾ അതിൻ്റെ പേരിലുണ്ടാകുന്നു. ഇപ്പോൾ കാലങ്ങളായി നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്, ചെറിയ രീതിയെങ്കിലും 10-20 കുട്ടികൾക്കെങ്കിലും പെൺകുട്ടികൾക്ക് ദീന് പഠിക്കാനും അതിൻ്റെ കൂടെ സ്കൂൾ പഠിക്കാനും അതേപോലെ തന്നെ ഹിഫ്ളാക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം, ഇതെല്ലാം കൂടി ഒരു ചെറിയ സംവിധാനം എന്നുള്ള നിലക്ക് നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കുകയും അൽഹംദുലില്ലാഹ് അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കുറച്ച് വാടക കെട്ടിടത്തിൽ നമുക്ക് ഹിഫ്ള്, പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് തുടങ്ങാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ നമ്മളെ ബദാംപടിയിലുള്ള പള്ളിയിലും കൊണ്ടോട്ടിയിലുമായിക്കൊണ്ട് ഈ പറയപ്പെട്ട മറ്റു ഹദീസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനം തുടങ്ങാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ട് സംസാരിക്കുകയല്ല, എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഇവിടെ ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്, അതേപോലെ തന്നെ മഹദുൻ നൂറൈനിയുടെ ഉദ്ഘാടനം അത് ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദാണ്. അദ്ദേഹത്തെയും അതേപോലെ തന്നെ ദാറു ഹഫ്സയുടെ പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് കോളേജിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പർപ്പൂർ ഉസ്താദാണ്. അദ്ദേഹം യോഗ്യനായിട്ടുള്ള 2 ആളുകളെ നമുക്ക് അണതി കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ നമ്മൾ അവലംബിക്കുന്ന ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുള്ള പർപ്പൂർ ഉസ്താദ് ഹാഫിളഹുമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനിൻ്റെ രംഗത്ത് ഇനിയും നമ്മളെയൊക്കെ ദീനി രംഗത്ത് തുല്ലാബുകളെ വാർത്തെടുക്കുവാനും അതേപോലെ തന്നെ നമുക്കൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകാനുള്ള ആഫിയത്തും സൗഖ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ അബൂബക്കർ സലഫിയും ഹംസ മദീനിയും അതേപോലെ തന്നെ ഷബീബ് സലാഹി, സക്കരിയ ഉസ്താദ്, ഹംസ ഷാക്കിർ, അൽ ഹിക്കമി ഇവിടെ ചെറിയ സംസാരങ്ങൾ, അവരുടെയൊക്കെ സംസാരങ്ങളുണ്ട്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഫൈസൽ മൗലവിയോട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ജാമിയ അൽ ഹിന്ദിൻ്റെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, ദാറുൽ ഹദീസിൻ്റെയും ദാറുൽ ഹഫ്സയുടെയും ഒക്കെ സംരംഭങ്ങളിൽ ദീന് പഠിക്കുവാനായി അതിൽ അഡ്മിഷൻ നേടി ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു സന്തോഷമുള്ള സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത, തുല്യതയില്ലാത്ത, നാട്ടിലെന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നമുക്കങ്ങനെ അധികമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു സംവിധാനമാണ് ദാറുൽ ഹദീസ് എന്ന പേരിൽ നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. വലിയൊരു കെട്ടുമട്ടുമുള്ള സ്ഥാപനമാക്കാൻ ഒരു കാലത്ത് നമുക്ക് ഉദ്ദേശമില്ല. സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി വലിയ കെട്ടിടങ്ങൾ പണിത് അങ്ങനെയുള്ളൊരു വലിയ മികവ് കാണിക്കുന്ന അത്തരമൊരു സംവിധാനത്തിലേക്കല്ല ഇത് ലക്ഷ്യമാക്കുന്നത്. അത് നമ്മുടെ ജാമിയ അൽ ഹിന്ദും അനുബന്ധമായ സ്ഥാപനങ്ങളും കെട്ടുമട്ടും കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് നമുക്ക് തലയുയർത്തി നിൽക്കുന്ന അഭിമാന സ്തംഭമായി ഉണ്ട്. അതിനുവേണ്ടി തന്നെ നമുക്കെമ്പാടും പരിശ്രമിക്കാനുമുണ്ട്. എന്നാൽ ചെറിയ രൂപത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും അതുപോലെയുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുമൊക്കെ എന്നാൽ വലിയ റിസൾട്ടുള്ള, അനിവാര്യമായും സമൂഹത്തിൽ നടക്കേണ്ടുന്ന 2 സംരംഭങ്ങളാണ് ദാറുൽ ഹദീസ് കൊണ്ട് ഇപ്പോൾ അർത്ഥമാക്കുന്നത്. ഒന്ന്, സൂചിപ്പിക്കപ്പെട്ട പോലെ ഹദീസിലുള്ള ആഴത്തിലുള്ള പഠനം. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള കുതുബുസിത്തകൾ, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ എന്നീ 6 ഗ്രന്ഥങ്ങളിൽ ഏകദേശം 30,000 ഹദീസുകൾ ഉണ്ട്. ആ 30,000 ഹദീസുകളും പൂർണ്ണമായും വായിച്ച ആളുകൾ കേരളത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു കയ്യിലെ വിരൽ കൊണ്ട് എണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ഞാനത് വായിച്ച ആളല്ല, എൻ്റെ കണ്ണ് അതിലേക്ക് മുഴുവനും എത്തിയിട്ടുമില്ല. വളരെ തുച്ഛം ആളുകൾ, ഒരു 4, 5, 6 ആളുകളെ ഒരു പക്ഷേ നമുക്ക് എണ്ണാൻ പറ്റിയേക്കാം. അതിനപ്പുറത്ത് കുതുബുസിത്ത കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പോയ ആളുകൾ തുച്ഛമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി ഉള്ളവർ തന്നെ പലരും ഖിറാഅ സരീഅ എന്ന നിലക്ക് അതിവേഗം വായിച്ചു പോയി, അത് വായിച്ചു തീർത്ത കുറച്ച് ആളുകൾ നമ്മുടെ ജാമിയയിലെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് താനും. അതിനപ്പുറത്ത് മനസ്സിലെത്തി ഈ മുഴുവൻ ഹദീസുകളെയും അതിൻ്റെ അർത്ഥം സഹിതം, അതിൻ്റെ വ്യാഖ്യാന സഹിതം അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിച്ചു പോവുക എന്ന ഒരു സംരംഭം നിർബന്ധമായും നമ്മൾ തുടങ്ങിയേ പറ്റൂ എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ദാറുൽ ഹദീസ് എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിയത്. ഇപ്പോൾ ആദ്യഘട്ടം 1 വർഷത്തെ പദ്ധതിയാണ്. പള്ളിയിലാണ് താമസിക്കുക, പരിമിതമായ സൗകര്യങ്ങളാണ്. അതിൽ നിന്നുകൊണ്ട് രാവിലെ 6 മണിക്ക് ആരംഭിച്ചാൽ രാത്രി ഏതാണ്ട് 10 മണി 11 മണി വരെ ഹദീസുകളുടെ കൂടെ ഉള്ള ഒരു സഞ്ചാരമാണ് നാം ഉദ്ദേശിക്കുന്നത്. 10-30-ലേറെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകി. അതിൽ നിന്ന് പിന്നീട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇൻ്റർവ്യൂ നടത്തി. അതിൽ പാസ്സായ 8 പേരാണ് നമ്മളിപ്പോൾ ഇതിൽ വന്ന് ചേരുന്നത്. 10 പേർക്ക് അഡ്മിഷൻ കിട്ടി. അതിൽ 2 പേർക്ക് ജാമ്യയിലെ PG കോഴ്സിനും അഡ്മിഷൻ കിട്ടി. അവർ ഞങ്ങളോടൊക്കെ മുഷാവറ ചെയ്തു എന്ത് വേണമെന്ന്. നമ്മളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ജാമ്യയിലെ PG നിങ്ങൾ അതിൽ പോയി ചേരുക, അത് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ദാറുൽ ഹദീസിലേക്ക് വരാം. അതുകൊണ്ട് ആ 2 പേർ ജാമ്യയിലെ PG ചേരുകയാണ്. ബാക്കി 8 പേർ, അതാണ് മുമ്പിലിരിക്കുന്ന ഈ 8 ആളുകൾ. അൽഹംദുലില്ലാഹ് അവർ ഇന്ന് മഗ്രിബോട് കൂടി ക്ലാസ് ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത്, ഒരുപാട് നീക്കുപോക്കൽ ജീവിതത്തിൽ നടത്തി, എല്ലാം മാറ്റിവെച്ച് ഹദീസുകളെ കൂടെ ജീവിക്കുവാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഇഹ്റാം കെട്ടിയിറങ്ങിയ ആളുകളാണ്. അല്ലാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.
ആത്മാർത്ഥമായി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. ഒരുപാട് അസൗകര്യങ്ങളുണ്ടാകും. ആ അസൗകര്യത്തിൽ തന്നെയാണ് ഒരു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്നും എത്ര കാലം മുന്നോട്ട് പോയാലും പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ത്യാഗം സഹിച്ച് പഠിക്കട്ടെ എന്നാണ് അതിൽ കാണുന്ന കാഴ്ചപ്പാട്. 6 മണി മുതൽ തുടങ്ങുന്ന ക്ലാസ്സുകൾ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇടവേള ഒഴിച്ചാൽ ബാക്കിയെല്ലാം ദീർഘമായ മണിക്കൂറുകൾ നിലത്ത് ഇരുന്ന് അവർ ഹദീസുകൾ ഒന്നൊന്നായി വായിച്ച് ഒരു ദിവസം 100 ഹദീസ് പഠിക്കുക എന്നതാണ് നമ്മൾ കൊടുത്ത ടാർഗറ്റ്. ഒരു 10 മാസം കൊണ്ട് 30,000 ഹദീസ് എന്നാണ് ലക്ഷ്യമാക്കുന്നത്. അവർക്ക് വേറെ ലീവോ കാര്യമോ ഒന്നുമില്ല. വെള്ളിയാഴ്ച മാത്രം ക്ലാസ് ഒഴിവുണ്ടാകും. അന്ന് എമ്പാടും എഴുതാനും വായിക്കാൻ അവർക്ക് പണി വേറെ കൊടുത്തിട്ടുമുണ്ടാകും. ഇനി അവർക്ക് ലീവുള്ളത് അടുത്ത റമദാനിലാണ്. അതിനിടയ്ക്ക് വേറെ പ്രത്യേകിച്ച് ലീവൊന്നുമില്ല. അങ്ങനെ പൂർണ്ണമായും തഫർറുഖുത്താം എന്ന് പറയുന്ന ഒരു സംഘം ഇതിനു വേണ്ടി മാറിയിരിക്കണമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ ആശയമാണ് നാം അതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ പരിശ്രമമാണ്. പൂർത്തിയാകുമോ, എവിടെ എത്തും എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരാഴ്ച നടന്നു, ഒരാഴ്ച കൊണ്ട് 700 ഹദീസ് പഠിച്ചു. പിന്നെ പൂട്ടിപ്പോയാൽ പോലും അൽഹംദുലില്ലാ കിട്ടിയതായാലും. അതാണ് നമ്മളതിൽ കാണുന്ന കാഴ്ച. വലിയ വമ്പ് പറയാനോ അത്ര ആയി എന്ന് പറയാനോ ഒന്നും ഇതിൽ ഉദ്ദേശമില്ല. കിട്ടിയത് എത്രയാണെങ്കിലും അൽഹംദുലില്ലാ ഹദീസുകൾ പരിഹസിക്കപ്പെടുന്ന, ചവിട്ടിമരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സേവനം നബിതങ്ങളുടെ സുന്നത്തിന് നാം ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ദാറുൽ ഹദീസിൻ്റെ 2ാമത് സംരംഭമാണ് മഅ്ഹദുൻ നൂറൈൻ എന്ന് പറയുന്ന സംരംഭം. വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ആക്കിയ ആളുകൾക്ക് ആ ഹിഫ്ള് നിലർത്താനും അതിന് കൂടെ ഹദീസുകൾ കാണാതെ പഠിക്കാനുമുള്ള ഒരു സംവിധാനം. മറ്റൊരു പള്ളി, അത് ഒരു പള്ളിയുടെ ഭാരവാഹികൾ മുന്നോട്ട് വന്നു. ആ പള്ളിയിൽ വെച്ച് നടത്തുക. അതും ഇതേപോലെ ഒരുപാട് അസൗകര്യങ്ങൾ കിടക്കാൻ കട്ടിലില്ല, നിലത്ത് ബെഡുണ്ടെങ്കിൽ ബെഡ് വിരിച്ച് കിടക്കാം, അല്ലെങ്കിൽ പായി കിടക്കാം എന്നാണ് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ ത്യാഗം ചെയ്യാൻ തയ്യാറായി വരുന്ന ആളുകളെ ആവശ്യമുള്ളൂ. അവിടെ നിന്നുകൊണ്ട് അവർ പഠിക്കട്ടെ, ഹദീസ് കാണാപ്പാഠം പഠിക്കട്ടെ എന്നാണ് നാം അതിൽ കാണുന്നത്. ഹദീസ് ഹിഫ്ളാക്കാനുള്ള സംവിധാനങ്ങൾ അധികമൊന്നും അന്വേഷണത്തിൽ അധികം നമുക്ക് കിട്ടിയിട്ടില്ല. ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളൊക്കെ ഒരു 50 ഹദീസോ 100 ഹദീസോ ഒക്കെ ഹിഫ്ളാക്കുന്ന സംവിധാനമുണ്ട് എന്നല്ലാതെ കുത്തിയിരുന്ന് ഹദീസുകൾ കാണാപ്പാഠം പഠിക്കുന്ന സംവിധാനമില്ല. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ ബുഖാരി, മുസ്ലിം അടക്കം ഹിഫ്ളാക്കിയ ആളുകൾ കേരളത്തിൽ ഉണ്ടായി വരണം. കേരള ചരിത്രത്തിൽ തന്നെ അങ്ങനെ ബുഖാരി, മുസ്ലിമൊക്കെ ഹിഫ്ളാക്കിയ മനുഷ്യന്മാർ ഉണ്ടായതായി നമ്മുടെ ഒന്നും അറിവിലില്ല. ഇനി മുതിർന്ന ഉസ്താദന്മാർക്കൊക്കെ അറിയുമോ എന്നറിയില്ല. ഏതാണെങ്കിലും ആ നിലക്കുള്ള ഒരു പരിശ്രമമാണ് മഅ്ഹദുൻ നൂറൈൻ. 2 നൂറ് ഹദീസും ഖുർആനുമാകുന്ന 2 വഹ്യുകൾ. അതാണ് നൂറൈൻ എന്ന് പേരിടാൻ കാരണം. മഅ്ഹദുൻ നൂറൈൻ ലിതഹ്ഫീദിൽ വഹ്യൈൻ, 2 വഹ്യ് ഹിഫ്ളാക്കാനുള്ള സംവിധാനം. ഖുർആൻ അവർക്ക് ഹിഫ്ളുണ്ട്, അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതിനെ കൂടെ ഹദീസും കാണാതെ പഠിക്കുക. ഇതാണ് അതിൻ്റെ സംവിധാനം. കൊണ്ടോട്ടി മുതുവല്ലൂർ എന്ന പ്രദേശത്തെ പള്ളിയിലാണ് നാം അത് ആരംഭിക്കുന്നത്. ഇനി ഏതെങ്കിലും പള്ളിക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ തുടങ്ങാൻ കഴിയും. വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല. ഒരു ഉസ്താദിനെ വെച്ചാൽ മതി. ആ പള്ളിയിൽ ഏതായാലും ഇമാമ് വേണം. ഇതിന് പറ്റുന്ന ഒരാളെ ഇമാമാക്കി നിശ്ചയിച്ചു കൊടുത്താൽ അയാളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു 10 കുട്ടികളെ പഠിപ്പിക്കാൻ മറ്റൊരു സൗകര്യവും ആവശ്യമില്ല. ഒരു ചെറിയ ഒരു ഗ്യാസ് അടുപ്പും അതേപോലെ ചെറിയ സംവിധാനം ഉണ്ടെങ്കിൽ, ഭക്ഷണക്കഞ്ഞി കുക്കിങ്ങിന് ആളില്ലെങ്കിൽ അവർ തന്നെ പാകം ചെയ്തിട്ടെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളും. എന്നാലും നമ്മുടെ ധാരാളം പള്ളികൾ വരുന്നു. ആ പള്ളികളൊക്കെ 5 നേരം നിസ്കാരം കഴിഞ്ഞ് പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലാണ് പലതുമുള്ളത്. അതിൽ നിന്നും മാറി ആ പള്ളിയെ ഉപയോഗപ്പെടുത്തി ഒരു 10 ആൾ താമസിച്ച് ഖുർആൻ ഹിഫ്ളാക്കുകയോ ഹദീസ് ഹിഫ്ളാക്കുകയോ അല്ലെങ്കിൽ ആഴത്തിൽ ദീന് പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പള്ളിക്കും അതൊരു സജീവതയാണ്. ഒരു അധിക ബാധ്യത ഒന്നും അതുകൊണ്ട് അധികമൊന്നും വരുന്നില്ല. ഏതായാലും ഇമാമിന് ശമ്പളം കൊടുക്കണം. അത് പറ്റൊരാളെ വെച്ചാൽ അയാൾക്കും എന്തെങ്കിലും അധികമായി ശമ്പളം കൊടുക്കാനും പറ്റും. ഈ കുട്ടികൾ അവിടെ താമസിക്കുകയും ചെയ്തോളും, ആർക്കൊന്നും കൊടുക്കുകയും വേണ്ട. ആ നിലക്കുള്ള ഒരു പരിമിതമായ കാഴ്ചപ്പാടാണ് ദാറുൽ ഹദീസ് എന്ന ഈ ആശയത്തിലൂടെ ഞങ്ങളൊക്കെ കാണുന്നത്. ഇനി പടച്ചറബിൻ്റെ തീരുമാനപ്രകാരം ഭാവിയിൽ എന്താണോ എങ്ങനെയാണോ അതായി വരുന്നത്, അൽഹംദുലില്ലാഹ് എന്ത് ഖൈറിനും നമുക്ക് റബ്ബിനോട് തേടാം. അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ദാറുൽ ഹദീസിൻ്റെ 2 സംരംഭങ്ങൾ ഇൻഷാ അല്ലാഹ്. ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ നമ്മുടെ ചെയർമാൻ PN അബ്ദുൽ ലത്തീഫ് മദനി ഇവിടെ നിർവഹിക്കും. അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് ഇന്നലെയാണ് എത്തിയത്. എന്നാലും അൽഹംദുലില്ലാഹ് ഈ സംവിധാനത്തിൽ ഭാഗവാക്കാകണമെന്ന ആ ആഗ്രഹം കൊണ്ട് അദ്ദേഹം നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് പെൺകുട്ടികൾക്കുള്ള ഹിഫ്ള് സംവിധാനമാണ്. ഇന്ന് ഖുർആൻ ഹിഫ്ള് ധാരാളമുണ്ട്. പെൺകുട്ടികൾക്കും ഒരുപാട് സ്ഥാപനമുണ്ട്. പക്ഷെ ശരിയായ സലഫി മൻഹജിൽ നിന്നുകൊണ്ട് തന്നെ തർബിയത്തും തസ്കിയത്തും നൽകി ലക്ഷണമൊത്ത കുറ്റമറ്റ ഹിഫ്ള് സംവിധാനത്തിലൂടെ നടക്കുന്ന
സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല എന്നതാണ് യാഥാർത്ഥ്യം. പേരിന് മുജാഹിദ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എല്ലാ അർത്ഥത്തിലും ശരിയായ സലഫിയത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ടും തർബിയത്തും തസ്കിയത്തും നൽകിക്കൊണ്ടും കുറ്റമറ്റ ഇത്ഖാനോടെയുള്ള ഹിഫ്ലുമാണോ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് മറുപടി. ഹിഫ്ല് സ്ഥാപനങ്ങളിൽ 62 സ്ഥാപനങ്ങൾ ജാമ്യയുടെ തഹ്ഫീലിൻ്റെ ഭാഗമായി ജാമ്യ പ്രതിനിധികൾ സന്ദർശിച്ചിട്ടുണ്ട്. ഈ കേരളത്തിനകത്തും പുറത്തുമായി 62 ഹിഫ്ല് കോളേജുകൾ വിസിറ്റ് ചെയ്തു. അവിടെയൊക്കെയുള്ള ഹിഫ്ല് സംവിധാനം പഠിക്കാൻ, അവിടെയുള്ള ഗുണങ്ങൾ പഠിച്ച് നമുക്ക് ഇവിടെ നടപ്പാക്കാൻ, അവിടെയുള്ള ദോഷങ്ങൾ പഠിച്ച് അതിവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി ജാമ്യ അൽ ഹിന്ദ് ഖുർആൻ അക്കാദമി എന്ന ഏകീയ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ 62 സ്ഥാപനങ്ങൾ സന്ദർശിച്ചപ്പോൾ പല സ്ഥാപനങ്ങൾക്കും നമുക്ക് കിട്ടിയ തിരിച്ചറിവ് ഒരു ഹിഫ്ല് സ്ഥാപനം എങ്ങനെ ആകാൻ പാടില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, മാതൃകയാണത് എന്ന് ചിലരെപ്പറ്റി നമുക്ക് മനസ്സിലായി. എങ്ങനെ ആകണം എന്ന് പറയാൻ വളരെ ഒറ്റപ്പെട്ട സ്ഥാപനങ്ങളെ ഉള്ളൂ. അതുതന്നെ കേരളത്തിൽ ഇല്ലെന്ന് പറയുന്ന പുറത്താണ് 1-2 ഉള്ളത്. അപ്പോൾ ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജാമ്യയുടെ കീഴിൽ അൽ ഹിന്ദ് ഖുർആൻ അക്കാദമി അൽഹംദുലില്ലാഹ് ഭംഗിയായി നടക്കുന്നു. 7 സ്ഥലത്ത് ഇപ്പോൾ ഹിഫ്ല് സ്ഥാപനം ജാമ്യ നടത്തുന്നുണ്ട്. അത് 7 ആൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾക്ക് സംവിധാനം വേണം എന്ന ആലോചന ജാമ്യ ട്രസ്റ്റിൽ പലപ്പോഴായി ചർച്ച വന്നു. പക്ഷെ എല്ലാം കൂടെ ഏറ്റെടുക്കാൻ നമുക്കൊരു കമ്മിറ്റിക്ക് കഴിയില്ല എന്നതിൽ നിന്നാണ് അത്. ഇനി ജാമ്യ ഏതായാലും നമ്മൾ ലേഡീസ് ക്യാമ്പസും മെയിൻ ക്യാമ്പസും ഈ ഹിഫ്ല് സ്ഥാപനങ്ങളും സ്കൂൾ ഓഫ് ഖുർആനും എല്ലാം ഉണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു പുതിയ ഭാരം കൂടി ഏൽക്കാൻ കഴിയില്ല എന്ന ചർച്ചയിൽ ജാമ്യ തൽക്കാലം തുടങ്ങുന്നില്ല തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങൾ കുറച്ചാൾ കൂടി ആലോചിച്ചത് നമ്മൾ തുടങ്ങിയാലോ, ആർക്കും ഒരു പ്രയാസമില്ലാതെ ചെറിയ രൂപത്തിൽ ഒരു വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് എടുത്തിട്ടെങ്കിലും ഒരു 10 കുട്ടികളെ എടുത്തിട്ടെങ്കിലും പഠിപ്പിച്ചു തുടങ്ങിയാലോ എന്ന് ഷുഹൈബ് സലഫിയൊക്കെ വളരെ ആവേശപൂർവ്വം പറഞ്ഞു. അദ്ദേഹത്തിന് 6 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഇവിടെ ഇത് ഹിഫ്ലിന് പറഞ്ഞേക്കണമെങ്കിൽ സ്ഥാപനമില്ല എന്ന ദുരുദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. ഏതായിരുന്നാലും ആ നിലയ്ക്ക് ഞങ്ങൾ ഇറങ്ങി പടച്ചറമ്പത് എളുപ്പമാക്കി തന്നു. തൽക്കാലം ഒരു വാടക കെട്ടിടം ഇവിടെ ഒരു 4-5 ഫ്ലാറ്റുകളുള്ള ഒരു ഭാഗം ഒന്നിച്ച് വാടകയ്ക്കെടുത്ത് അത്യാവശ്യമായ ചില സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കുറച്ച് കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കാനാണ്. 20 കുട്ടികളെ സെലക്ട് ചെയ്തു. ആ കുട്ടികളെ ഉമ്മമാരും ബാപ്പമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഇന്ന് മക്കളുമായി വന്നതാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് മക്കളവിടെ ഏൽപ്പിച്ച് അവർ ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് മുതൽ അതിനും തുടക്കം കുറിക്കും. ഈ 3 ഇന്ന് മദിനേശം ക്ലാസ്സുകൾ ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് മഅഹദുൻ നൂറൈൻ ഇന്ന് തുടക്കം കുറിക്കും. അതേപോലെ ദാറുൽ ഹദീസ് ഇന്ന് തുടങ്ങും. ഈ ദാറുൽ ഹഫ്സ എന്ന് പേരിട്ടിരിക്കുന്ന നബി തങ്ങളുടെ പത്നി നമ്മുടെ ഉമ്മ ഹഫ്സ ബീവിയാണല്ലോ വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി കൈവശം വെക്കാൻ അന്ന് ഭാഗ്യം ലഭിച്ചവർ. ആ അർത്ഥത്തിലാണ് ഹഫ്സ ബീവിയുടെ പേര് ദാറുൽ ഹഫ്സ എന്ന പേര് നാം തിരഞ്ഞെടുത്തുകൊണ്ട്, അതും ചെറിയ സംവിധാനമാണ്, 20 കുട്ടികൾക്കുള്ള സൗകര്യം. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് സാഹചര്യം അനുകൂലമായി വരികയാണെങ്കിൽ അന്ന് കുറച്ചുകൂടെ വലുതാക്കാം. അതല്ല ഇങ്ങനെ തന്നെ പോകാനേ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ പോകാം. അതും പൂർത്തിയാക്കാൻ കഴിയുന്നില്ലേ, ഇല്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചെയ്യാൻ പറ്റിയ സേവനം ചെയ്തുവെന്ന സമാധാനമുണ്ടാകും. ഈ 3 സംരംഭങ്ങൾ 2 സ്ഥാപനങ്ങളിലായി 3 സംരംഭങ്ങൾ. അപ്പോൾ ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് PN അബ്ദുൽ ലത്തീഫ് മദനി നിർവഹിക്കും. ദാറുൽ ഹഫ്സയുടെ ഉദ്ഘാടനം ബഹുമാന്യനായ ഖുർആൻ പരിഭാഷകൻ കൂടിയായ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനിയും നിർവഹിക്കും. അതേപോലെ അബൂബക്കർ സലഫി, ഹംസ മദീനി, ഷബീബ് സലാഹി തുടങ്ങിയവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇതിൽ എന്നും നിർദ്ദേശങ്ങൾ നൽകി നമ്മളെ കൂടെ ഇതിന് എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന നമ്മുടെ ഉസ്താദുമാരാണ്. നമ്മളൊക്കെ ഇവിടെ കൂടി ആലോചിച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് ഇറങ്ങണം എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. 2 വഹയ്കൾക്കുമുള്ള സേവനം എന്നതാണ് നമ്മളൊക്കെ ഇതിൽ ലക്ഷ്യമാക്കുന്നത്. എല്ലാ ഫിത്നയും ഫസാദും വ്യാപകമായി വരുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾ ആരെവിടെ തുടങ്ങിയാലും, എത്ര ചെറുതാണെങ്കിലും, ഒരു കുട്ടിയെ വെച്ച് തുടങ്ങിയാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. ലക്ഷണമൊത്ത പണ്ഡിതന്മാർ ഇതിലൂടെ ഉണ്ടായി വരണം. ഇവരൊക്കെ ജാമ്യ അൽ ഹിന്ദിൽ മിക്കവാറും PG കഴിഞ്ഞ ആളുകളും തൊട്ട് താഴെയുള്ള ആളുകളും ഒക്കെ തന്നെയാണ് ഇരിക്കുന്ന എല്ലാവരും. അതിനുശേഷമാണ് അവർ ഒരു കൊല്ലം ഇനി ഇതിനു വേണ്ടി മാറിയിരിക്കുന്നത്. 2 പേര് കല്യാണം കഴിച്ച മക്കളുള്ളവരാണ്. അവരൊക്കെ കുടുംബസമേതം ഇവിടെ വന്ന് താമസമാക്കി ഇതിനു വേണ്ടി ഇഹ്റാം കെട്ടി വന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി നമ്മുടെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി അവരുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്
وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരായ വേദിയിലെ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സദസ്സിലെ സഹോദരന്മാരെ, സഹോദരികളെ, ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഉറച്ച ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി അതാണ്. ആവശ്യമായ കൂടിയാലോചനകൾ നടത്തും, സാധ്യതകൾ പരിശോധിക്കും, അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ വിലയിരുത്തും. അങ്ങനെ പൂർണ്ണമായ ഒരു ചിന്തയും പഠനവും അതിൻ്റെ ഒരു ആവിഷ്കാരവും നടത്തിയ ശേഷം ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കും. നമ്മുടെ ജാമിയൽ ഹിന്ദ് ഉണ്ടായത് അങ്ങനെയാണ്, നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായത് അങ്ങനെയാണ്. അതുപോലെ എല്ലാ സംരംഭങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അവൻ്റെ പൂർണ്ണമായ കൃപാ കടാക്ഷം കൊണ്ട് ഉയർന്നു വന്നതാണ്. നമ്മൾ അധ്വാനിക്കുന്നു, പക്ഷേ അതിൻ്റെ തസ്ഹീൽ, അത് എളുപ്പമാക്കുന്ന കാര്യം പടച്ചവൻ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് ഒരു ദാറുൽ ഹദീസ് ഇന്നിവിടെ നിലവിൽ വരുന്നത്. ഹദീസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും നെറ്റി ചുളിയുകയാണ്. പല വിധത്തിലുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളും അതുപോലെ തന്നെ സമൂഹത്തിലെ പല രൂപത്തിലുള്ള ആശയ വ്യതിയാനം സംഭവിച്ച ആളുകളുടെ ഇടപെടലും നിമിത്തം ശോഭ കുറഞ്ഞു വരുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഹദീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഇന്നത് പ്രവർത്തിച്ചു, അദ്ദേഹം പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികൾക്ക് അതിൽ വലിയൊരു സന്തോഷമുണ്ടാകേണ്ട കാര്യമാണ്. എന്നാൽ ഒരു പരിധിയോളം ചിലർക്കെങ്കിലും വിശുദ്ധ ഖുർആൻ മാത്രം മതി, ഹദീസ് ആവശ്യമില്ല എന്ന ഒരു ദുഷ്പ്രചാര വേല നടക്കുകയും അതിന് ചില ആളുകളെ വാടകയ്ക്കെടുക്കുകയും, എന്നാൽ ആ വിശുദ്ധ ഖുർആൻ്റെ തന്നെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ എല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ദുആത്ത് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ദാറുൽ ഹദീസ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ഹദീസിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കുകയും അതിൻ്റെ പൂർണ്ണമായ പരിശോധനകൾ നടക്കുകയും, അങ്ങനെ എവിടുന്ന് ചോദിച്ചാലും ഒരു ഹദീസിനെ കുറിച്ച്, ഒരു മസ്അലയെക്കുറിച്ച്, ഒരു മതപരമായ കാര്യങ്ങളെക്കുറിച്ച് എവിടുന്ന് ഏത് സന്ദർഭത്തിൽ ചോദിച്ചാലും ഉത്തരം പറയാൻ സാധിക്കുന്ന പ്രാപ്തിയുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അതാണ് ഈ ദാറുൽ ഹദീസിൻ്റെ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞതാണെങ്കിലും ആശയം അള്ളാഹു വഹയായി അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും അതുപോലെയുള്ള മറ്റൊരു വഹയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് ഹദീസാണ്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ തിബിയാനായി, അതിൻ്റെ വ്യാഖ്യാനമായി, അതിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ചില വിഷയങ്ങൾ നമ്മൾ ഖുർആനിൽ അതിൻ്റെ വിശദാംശങ്ങൾ തിരഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല. മൊത്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ അത് പ്രവാചകൻ്റെ വചനങ്ങളിലാണുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസ് പഠിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ മതം പൂർത്തിയാവുകയില്ല. വിശുദ്ധ ഖുർആൻ ഒന്നാം പ്രമാണം, ഹദീസ് രണ്ടാം പ്രമാണം എന്ന് പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെയൊന്നുമില്ല. വിശുദ്ധ ഖുർആനും തിരു ഹദീസും ഒക്കെ അള്ളാഹിൻ്റെ പ്രമാണങ്ങളാണ്. ഒന്ന് രണ്ട് എന്നില്ല, ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്നതാണ്, ഒന്ന് പരസ്പര പൂരകങ്ങളാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റിയെടുക്കാൻ കഴിയാത്തതാണ്.
പരസ്പരം അഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസും. അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ ഹദീസ് വേണം. ഹദീസിൻ്റെ വിശദാംശങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കണ്ണും കാതും നമ്മുടെ ഹൃദയവും തുറന്നു വെച്ച് ഈ സ്ഥാപനത്തെ നമ്മൾ പിന്തുണക്കണം. അത് വളരണം. ഫൈസൽ മൗലവി അതിൻ്റെ ബലാരിഷ്ടതകളെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഇല്ല, നമ്മുടെ നാട്ടിൽ ധാരാളമായി സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട്, അവർക്ക് ദീനീബോധമുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒത്തുപിടിച്ച് ഈ സ്ഥാപനത്തെയും അതിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളെയും പിന്തുണക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ജാമിയൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് കുട്ടികളവിടെ പഠിക്കുന്നു. എന്താണ് ഇതിന് മൂലധനം? ഒന്നുമില്ല, ഒരു മൂലധനവുമില്ല. നമ്മുടെ ദീനീ സ്നേഹികളായ ആളുകൾ അവർ തന്ന് സ്വരൂപിച്ച് എല്ലാ കൊല്ലവും നമ്മൾ സംഭരിക്കുന്ന ഒരു തുക കൊണ്ടാണ് അത് നടന്നു പോകുന്നത്. ധാരാളക്കണക്കിന് അധ്യാപകരും കുട്ടികളും സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥാപനം അത് നടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടൊന്ന് മാത്രമാണ്. അതുപോലെയുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങളുടെ നിയ്യത്തുദ്ദേശമുണ്ടെങ്കിൽ, നാം ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് പടച്ചവനിൽ തവക്കൽ ചെയ്ത് നീങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഒരു കാലം കൊണ്ട് തന്നെ നമ്മുടെ ദാറുൽ ഹദീസ് വളരെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ അത് സംശയവുമില്ല. ചില ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇൽമില്ല, പഠനമില്ല, പ്രസംഗമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുടെ വിജ്ഞാനത്തെയും അവരുടെ അറിവിലുള്ള ആഴത്തെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് ആ മീറ്ററിൻ്റെ ഏറ്റവും താഴെയായിരിക്കും. പക്ഷേ അവരാണ് വലിയ വലിയ വിഷയങ്ങൾ, മസലങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കടുത്ത വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘടന വേണ്ട എന്ന് പറയുന്നത്, സഹോദരന്മാരെ, സംഘം ചേർന്നുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. സംഘമാണ് ഇതെല്ലാം വിജയിപ്പിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചു കൂടി ഒരു ജമാഅത്തായി പരസ്പര കൂടിയാലോചനയിലൂടെ ഈ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നു. വേറെ ഒരു ഭൗതികമായ ലക്ഷ്യവും ഈ സംഘടനയ്ക്കില്ല, ഒരു ലക്ഷ്യവുമില്ല, ഭൗതികമായ ഒരു താല്പര്യവുമില്ല. ഞങ്ങളാരും ഇപ്പോൾ നിലമ്പൂർ അങ്ങാടി പോയിട്ടില്ല. പല ആളുകളും ഇപ്പം നിലമ്പൂരാണ്, പക്ഷെ ഞങ്ങളൊന്നും നിലമ്പൂർ പോയിട്ടില്ല. നമുക്ക് നിലമ്പൂർ പോകലല്ല പണി. അള്ളാഹുവിൻ്റെ ദീന് ഈ സ്ഥലത്ത് അത് വിജയിപ്പിക്കുവാൻ ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി അതിനനുസരിച്ചുള്ള ആളുകളുടെ സഹായങ്ങൾ തേടി അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ അത് വിജയിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന് സംഘടന വേണം, സംഘം വേണം, കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ആ സംരംഭങ്ങളാണ് വിജയിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദീർഘമായ ഒരു സംസാരം നടത്തുകയല്ല. നമ്മളെല്ലാ നിലക്കും ഈ സ്ഥാപനങ്ങളെ പിന്തുണക്കണം. 3 സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുന്നു. അതിൽ ദാറുൽ ഹദീസ് എന്തുകൊണ്ടും നമുക്ക് ഉപകാരപ്പെട്ട ഒരു സ്ഥാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാ വിധത്തിലും അത് സ്ഥാപിതമായി, അത് വളർന്ന് അതിൻ്റെ കാലിൽ നിന്ന് നമ്മുടെ നാട്ടിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഉമ്മത്തിനും നമ്മുടെ ദീനിനും പ്രയോജനപ്രദമായ നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന സ്ഥാപനമായി അത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദാറുൽ ഹദീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ, ബറകല്ലാഹു ഫീക്കും, തഖബ്ബലല്ലാഹു മിന്നാ ജമീഅൻ. അൽഹംദുലില്ലാഹ്, അദ്ദേഹം സൂചിപ്പിച്ച പോലെ റബ്ബിൽ തവക്കുലാക്കി നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ചിറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ഈ രംഗത്ത് എന്താണ് ലക്ഷ്യമാക്കുന്നത് അതിലേറെ അല്ലാഹു തആല നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റബ്ബ് നൽകുമാറാവട്ടെ. ഈ നമ്മുടെ പെൺകുട്ടികളുടെ ഹിഫ്ദ് സംവിധാനം ഒരുപാട് കാലത്തെ വലിയ ആഗ്രഹമാണ് അത്തരം സംവിധാനം ഉണ്ടാവുക എന്നത്. അതിനുവേണ്ടി ജാമ്യയിലേക്ക് പോകുന്ന വഴിയിൽ പുളാപ്പീസിൻ്റെയും ജാമ്യയുടെയും ഇടയിൽ ഒരു കെട്ടിടം തൽക്കാലം വാടകയ്ക്ക് കണ്ടെത്തി അതിലെ അറ്റകുറ്റപ്പണികൾ, കുറച്ച് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന പണികൾ ആരംഭിച്ചപ്പോഴാണ് ശക്തമായ മഴ 2 ആഴ്ച മുമ്പ് വന്ന് ആ മഴയിൽ അവിടെ ഉറവ് വന്ന് അവിടെ ഒരു സ്ഥാപനം നടത്താൻ പറ്റിയ സാഹചര്യമല്ല എന്ന അവസ്ഥ വന്ന് പെട്ടെന്ന് 4 ഭാഗം ഓടി പല ഭാഗത്തും അന്വേഷിച്ച് പിടിച്ച് അൽഹംദുലില്ലാഹ് അതിനേക്കാൾ നല്ല സൗകര്യമുള്ള ഒരു 6 ഫ്ലാറ്റുകൾ ഒന്നിച്ചുള്ളൊരു ഭാഗം നമുക്ക് വാടകയ്ക്ക് കിട്ടി. അത് കഴിഞ്ഞ
1-ാം തീയതിയാണ് നമ്മളതൊരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നത്. ഇന്ന് 14 ഈ 10-12 ദിവസം കൊണ്ട് രാവും പകലും പണിയെടുത്ത് അവിടെ ഏകദേശം നമ്മുടെ കുട്ടികൾക്ക് താമസിക്കാൻ പറ്റാവുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഇന്നലെയും ഇന്നും ശക്തമായ മഴയും അതേപോലെ കരണ്ടില്ലായ്മയും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് പണികൾ പെൻഡിങ്ങിൽ വന്നു. രക്ഷിതാക്കൾ വന്നു കണ്ടുപോന്നു. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. ഈ സംവിധാനം തുടങ്ങുന്നുണ്ട് എന്നും ഇതിന് കുറച്ച് സംഗതികൾ വേണം. ഒരു ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, അതേപോലെ ചെയറ്, ടേബിള്, അപ്പോൾ ഇങ്ങനെ തുടങ്ങി കുറേ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടെ ഒരുക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചപ്പോൾ 2-3 ആളുകൾ ബന്ധപ്പെട്ടു. ഒരാൾ ഫിൽറ്ററിനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. ഒരാൾ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാനുള്ള റയ്ഹാൻ തരാൻ എത്ര ആവുമെന്ന് ചോദിച്ചാൽ പൈസ അയച്ചു. ഒരു സഹോദരി അവരുടെ ഒരു വള കൂടി തന്നിട്ട് പറഞ്ഞു അവിടേക്ക് ദാറുൽ ഹദീസിക്ക് ആവശ്യമായി കിതാബ് വാങ്ങാൻ ഇത് ഉപയോഗിക്കണം എന്നാണ്. ആ വള അവിടെ തന്നെ ഉണ്ട്, കിതാബ് വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് വള വിറ്റിട്ടുമില്ല. അങ്ങനെ ഒഴുത്തം തന്നു. ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ എളാപ്പാൻ്റെ നമ്പർ തരാം, അദ്ദേഹം ഒരു പക്ഷേ ഇതിന് കാര്യമായി സഹായിക്കാൻ സാധ്യതയുണ്ട്. ആ നമ്പർ തന്നു. നമ്പറിൽ വിളിച്ചു, സംസാരിച്ചു. അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഈ ആവശ്യമൊക്കെപ്പാട് നടക്കാൻ എത്ര റുപ്യ ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ അതറിയില്ല, കണക്കൂട്ടിയിട്ടില്ല. അത് ഏകദേശം എത്ര വെച്ചു? ഏകദേശം 15 ലക്ഷം റുപ്യ വരും, അത് ഞാൻ തരാറ്. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അതാണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ദാറുൽ ഹദീസ് അദ്ദേഹം ആ പള്ളിയിലേക്ക് വന്ന് കണ്ട് അവിടെയാണ് ദാറുൽ ഹദീസ് തുടങ്ങുന്നപ്പോൾ ഇനി ഇവിടെ മേലെ കുറേ പണിയുണ്ടല്ലോ, അതെന്തെടുക്കാത്ത വെച്ചപ്പോൾ അത് എടുക്കാനും പൈസ ഇല്ല, ഇപ്പോൾ ഇത് തന്നെ അങ്ങോട്ട് പോയി ചോദിക്കാൻ വയ്യല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിക്കാൻ വയ്യാത്തത്, എത്ര ആവുമെന്ന് ചോദിച്ചാൽ അത് കണക്കൂട്ടണം, ഈ കണ്ട പണികളെ കൈക്കൊണ്ട് ഒപ്പിച്ചോളി, ആ പൈസ ഞാൻ തരാമെന്നാണ്. അൽഹംദുലില്ലാഹ്. അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ഈ കണ്ട സംഗതിയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. പടച്ച റബ്ബിൻ്റെ പ്രതിഫലം മാത്രമാണ് അവരൊക്കെ കാക്ഷിക്കുന്നത്. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദാറുൽ ഹഫ്സയുടെ ഇൻ്റർവ്യൂ ഇവിടെ നമ്മൾ നടത്തിയത്. പർപ്പിൾ ഉസ്താദാണ് ഇൻ്റർവ്യൂ ഉദ്ഘാടനം ചെയ്തത്. ഇത് പീസ് സ്കൂൾ ഇത് എൻ്റെ തന്നെയാണ്, ഞാൻ സ്ഥാപിച്ചതാണ്. ഈ സ്ഥലം വാങ്ങിയതും ബിൽഡിംഗ് ഉണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ് 2009 മുതൽ കഴിഞ്ഞ 16 കൊല്ലമായി വളരെ ഭംഗിയായി ഈ സ്ഥാപനം കൊണ്ടെടുക്കുന്ന ഇതിൻ്റെ മാനേജറും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായി ആരോടും ചോദിക്കാതെ നമുക്ക് ധൈര്യമായി ഇവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ അവിടെ ഒന്നും സൗകര്യങ്ങളില്ല. പാണക്കാട് സൗകര്യമുണ്ട്, പക്ഷേ അവിടെ പെൺകുട്ടികളുണ്ട്, അപ്പോൾ അവിടെ നടത്താനും കഴിയില്ല. എന്നാൽ പിന്നെ ഇവിടെ ആയിക്കോട്ടെ എന്ന നിലക്കാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്. ഏതാണെങ്കിലും ഈ ദാറുൽ ഹഫ്സ എന്ന പെൺകുട്ടികളുടെ ഹിഫ്ദ് സംവിധാനം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ പർപ്പിൾ ഉസ്താദ് നിർവഹിക്കും. ഉസ്താദിന് അതിനു വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യനായ അധ്യക്ഷൻ ഫൈസൽ മൗലവി ഈ ദാറുൽ ഹദീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച PN അബ്ദുൽ ലത്തീഫ് മദനി, സ്റ്റേജിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാരെ, മതപഠനം കുറേയൊക്കെ പൂർത്തിയാക്കി ഉപരിപഠനത്തിനു വേണ്ടി ദാറുൽ ഹദീസിൽ ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, ഉമ്മമാരെ, കേരളത്തിൽ ചിലപ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ അധികമൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സംരംഭമാണ് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ലളിതമായ ചടങ്ങിൽ വെച്ച് തുടങ്ങി വെക്കുന്നത്. അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ അതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിനും മരണം മുന്നിൽ കണ്ടുകൊണ്ട് യുദ്ധത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ
ഇറങ്ങിപ്പുറപ്പെടണം എന്ന് ഖുർആനിലുള്ള ആഹ്വാനം കാണാം. ബദർ യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് കുറേ പരിക്കുപറ്റി ശത്രുക്കൾ തിരിഞ്ഞു ഓടിയപ്പോൾ മുസ്ലിങ്ങൾ മദീനത്തേക്ക് തിരിച്ചു വന്ന് വീട്ടിൽ കയറി വിശ്രമിക്കുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിമാരോട് പറഞ്ഞു, വിശ്രമിക്കാനായിട്ടില്ല. ഉഹദിൽ നിന്ന് നമ്മൾക്ക് പരിക്കു പറ്റിച്ച് തിരിച്ചുപോയ മുശ്രിക്കുകൾ വഴിയിലെങ്ങാനും തങ്ങിക്കിടന്ന് വീണ്ടും മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഉഹദിൻ്റെ ചോര തുടച്ചു കളയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്നുകൂടി യുദ്ധത്തിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ പല സഹാബിമാരും ആരോഗ്യമുള്ള തൻ്റെ സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ചുകൊണ്ടാണ് കാല് മുറിഞ്ഞവരും കൈ മുറിഞ്ഞവരും വിരൽ മുറിഞ്ഞവരുമായ വിശ്വാസികളായ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ മറ്റുള്ളവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് വീണ്ടും ഉഹദിൽ നിന്ന് തിരിച്ചു പോകുന്ന ശത്രുക്കളുടെ അടുക്കലേക്ക് പോയത് എന്ന് ചരിത്രത്തിൽ കാണാം. അത്ര പ്രധാനമാണ്. കാലും കയ്യും മുറിഞ്ഞാൽ പോലും മറ്റുള്ളവൻ്റെ തോളിൽ കൈവച്ച് തൂങ്ങിപ്പിടിച്ചിട്ടെങ്കിലും യുദ്ധം നിർബന്ധമായ അത്ര കഠിനമായ ഒരു കൽപ്പന അള്ളാഹു നടത്തിയപ്പോൾ സൂറത്ത് തൗബയിൽ കാണാം. ആ കഠിന കൽപ്പന പാലിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ വിഭാഗം ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തു മിൻഹും ലിയതഫഖഹു ഫിദ്ദീൻ വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ എന്ന വചനം കൊണ്ടാണ് സൂറത്ത് തൗബയിലെ 122 ആയത്ത് ആരംഭിക്കുന്നത്. എല്ലാ മുഅ്മിനീങ്ങളും ഇങ്ങനെ നിർബന്ധമായ യുദ്ധത്തിന് പോകേണ്ടതില്ല. രാജ്യം സംരക്ഷിക്കപ്പെടും, സമൂഹം സംരക്ഷിക്കപ്പെടും, മതം സംരക്ഷിക്കപ്പെടും. കുറച്ചാൾ ആ മതം സംരക്ഷിക്കപ്പെട്ട മതത്തിന് ദഅവത്ത് നടത്താൻ പണ്ഡിതന്മാരായി ഉണ്ടാവണം. ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും യുദ്ധത്തിന് പോകാതെ മതം പഠിച്ചുകൊണ്ടിരിക്കണം, ദീന് പഠിക്കണം എന്ന് കൽപ്പിച്ചു. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ ജാമിയ ആരംഭിക്കുന്നതും അതിൻ്റെ ഒരു തുടർച്ചയും വളർച്ചയുമായി ദാറുൽ ഹദീസ് അതിൻ്റെ 2 ഫേസുകൾ, 2 മുഖം, ഒന്ന് ഹദീസിനെ ആഴത്തിൽ പഠിക്കാനും മറ്റൊന്ന് ഹദീസുകൾ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം ഭാഷയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാനും വേണ്ടിയുള്ള ഹിഫ്ളാക്കാനും ഒക്കെയുള്ള 2 മുഖം ഇവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മറ്റൊന്നാണ് നമ്മുടെ അനുജത്തിമാരായ നമ്മുടെ മക്കൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു ശ്രമവും ദാറു ഹഫ്സ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ധീരയായ ഹഫ്സയുടെ പേരിലുള്ള ഈ ഒരു സ്ഥാപനം. എനിക്ക് ഈ 2 വിഭാഗത്തിലുള്ള കുട്ടികളോടും അത് കൈകാര്യം ചെയ്യുന്ന, നേരിട്ട് കൈകാര്യം ചെയ്യുന്ന, മുൻനിരയിൽ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ പണ്ഡിത ഉസ്താദുമാരോടും പറയാനുള്ളത്, ഖുർആൻ നമ്മൾ 5 കൊല്ലമാണ് ജാമിയയിൽ പഠിക്കുന്നതൊരു കുട്ടി, പ്ലസ് 2 കൊല്ലവും കൂടി PG പഠിക്കുന്നു. ഖുർആനിൻ്റെ 1/3 പോലും ഈ 5 കൊല്ലത്തിനിടയിൽ ഈ കുട്ടികൾ പഠിക്കുന്നില്ല. ആ സിലബസ് മുഖറർ അത്രേ ഉണ്ടാകാൻ പറ്റുള്ളൂ. ഖുർആൻ മാത്രമല്ലല്ലോ, ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഹദീസ് എന്ന് പറയുന്നത് ഫറൂഉം ഖുർആൻ അസ്ലുമാണല്ലോ. അതുകൊണ്ട് ഈ ഹദീസിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഖുർആനിൻ്റെ മൊത്തം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഖുർആനിൻ്റെ ഏതൊരു വചനമാണെങ്കിലും 114 സൂറത്തുകളിലായിട്ടുള്ള 6000-ൽ പരം ഖുർആൻ ആയത്തുകൾ അതിൻ്റെ
ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ വിശദീകരണവും തത്ബീഖ് അതിൻ്റെ പ്രയോഗവൽക്കരണവും അതിൻ്റെ തഖ്സീസും അതിൻ്റെ ശറഹും ഒക്കെയാണല്ലോ ഹദീസ്. അതുകൊണ്ട് ഈ ഖുർആൻ ഹദീസ് മനഃപ്പാഠമാക്കുന്നതോടൊപ്പം ഖുർആൻ കൂടി ഈ ഹദീസ് ഇന്ന ആയത്തിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണെന്ന നിലക്ക് ഖുർആനിനെയും രണ്ട് വഹയിനെയും ഒന്നിച്ചു പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ഹദീസിൻ്റെ ആഴത്തിലുള്ള പഠനം, ആ നിലക്കുള്ളൊരു റിസർച്ച് ബഹസ് സ്വഭാവത്തിൽ ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സിലബസ് എന്നെനിക്കറിയാം. എന്നാലും ഒരു കൊല്ലം കൊണ്ട് ഓടിച്ചു തീർക്കുമ്പോൾ അത് ഹദീസ് മാത്രമല്ലാത്ത രണ്ടിനെയും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഹദീസിൻ്റെ ഒരു വർഷത്തെ 30,000 ഹദീസ് കഴിയുമ്പോൾ 6,000 ഖുർആൻ വചനവും കൂടി അതിനോട് ചേർത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭിപ്രായപ്പെടുകയാണ്, എൻ്റെ വിനീതമായി ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന ആ ചെറിയ സൂറത്തുകളുടെയെങ്കിലും അർത്ഥം പഠിക്കാനുള്ള ഒരവസരം വല്ലാതെ മടുക്കുമ്പോൾ, ഖുർആൻ ഇങ്ങനെ മനഃപ്പാഠമാക്കി മടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി അതിൻ്റെ ഗ്രാമറിലേക്കും മറ്റും കടന്നിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ നിത്യം ഓരുന്ന ആയത്തുകളുടെ അർത്ഥവും കൂടി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് വഹ്യൈൻ എന്ന ഖിദ്മത്തുൽ വഹ്യൈൻ, ഖിദ്മത്തുൽ ഖുർആൻ, ഖിദ്മത്തുൽ സുന്ന, ഈ രണ്ടു കൂടി സാക്ഷാത്കരിക്കുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ ദാറുൽ ഹദീസിൻ്റെ 2 സ്ഥാപനങ്ങളോടൊപ്പം ഇന്നിവിടെ തുടങ്ങി വെക്കുന്ന ദാറു ഹഫ്സ റളിയല്ലാഹു അൻഹ, ആ ഒരു മഹത്തായ സ്ഥാപനത്തിനെയും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാക്കുമുല്ലാഹു ഖൈർ. അൽഹംദുലില്ലാ, നമ്മുടെ 3 സംരംഭങ്ങളുടെയും ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ചില മിനിറ്റുകളിൽ ഒതുങ്ങുന്ന ചില ഉപദേശങ്ങൾ ഉസ്താദുമാർ നൽകും. ഒരു അരമണിക്കൂർ കൊണ്ട് മൊത്തം അവസാനിപ്പിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അബൂബക്കർ സലഫി അദ്ദേഹം അൽഹംദുലില്ലാ ഈ രംഗത്ത്, ഹദീസ് സേവന രംഗത്ത് നമുക്കൊരുപാട് മാതൃകയായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമുക്കുള്ള നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപകൻ കൂടിയാണ് ജാമ്യയിലെ, അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫൈസൽ മൗലവി, അതുപോലെ പറപ്പൂർ ഉസ്താദ്, PN ഉസ്താദ്, പിന്നെ സ്റ്റേജിലുള്ള നമ്മുടെ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരിമാരെ, 3 സ്ഥാപനങ്ങളാണ് ശരിക്കും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് മുഴുവനും ഇടക്ക് വെച്ച് നിർത്താതെ അത് തുടർന്ന് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഇടക്ക് വെച്ച് നിന്ന് പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം തുടങ്ങി വെച്ചതൊക്കെ വളരെ വലിയ വിജയമായിട്ടാണ് പോയത്. നമ്മുടെ ജാമിയത്തുൽ ഹിന്ദ് അതിൻ്റെ 2 ക്യാമ്പസുകളും, പിന്നെ ഇപ്പോൾ ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞു ഇതിൻ്റെയും ഡയറക്ടറും മൂപ്പര് തന്നെയാണ്. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ ഫൈസൽ മൗലവി അവർ തുടങ്ങി വെക്കും, അത് PN പോലുള്ളവരാണ് പിന്തുണക്കും ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്കറിയാലോ
PN കൊണ്ടൊക്കെ ഒരുപാട് ഹയർ നമുക്ക് കിട്ടിയത്. അതൊന്നൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടിയിട്ടും ഓരങ്ങനെ പുകയത്തി പറഞ്ഞാൽ. അതുപോലെ പറപ്പൂർ ഉസ്താദ് വിശുദ്ധ ഖുർആൻ വിവർത്തനം ചെയ്ത. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. ശരിക്കും നമുക്ക് അള്ളാഹ് തന്ന നിഅമത്താണിത്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇങ്ങനെ തുടങ്ങിയാൽ ഓരോരുത്തർ ഓഫർ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചല്ലോ. അപ്പോൾ തുടങ്ങാൻ ആളുകളുണ്ടോ എന്നാണ് ചോദ്യം. തുടങ്ങിയാൽ അത് വിജയിപ്പിക്കൽ അത് അള്ളാഹ് ഏറ്റെടുക്കും. അതിന് നല്ല ആൾക്കാരെ അള്ളാഹ് ഏർപ്പാടാക്കും എന്നതിൻ്റെ തെളിവുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിഫ്ളാക്കുന്ന സ്ഥാപനം ഒന്ന് പരിശുദ്ധ ഖുർആൻ്റെ തഹ്ഫീളാണ്. ഹിഫ്ളാക്കിയവർ അത് നിലനിർത്താനും അതിനൊക്കെ സഹായിക്കുന്ന സ്ഥാപനം. മറ്റൊന്ന് ഹദീസിൻ്റെ. നമുക്കിതിൻ്റെ വില ഇനിയും അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞാൽ അത് സാധാ ഓത്തോതിയാൽ തന്നെ വലിയ പ്രതിഫലമാണ്. അപ്പോൾ അത് ഹിഫ്ളാക്കും കൂടി ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഖുർആൻ്റെ മഹത്വം ഒന്നും ഇപ്പോൾ അവിടെ പറയാൻ പറ്റില്ല, നമുക്കൊക്കെ അറിയും. എന്നാലും ഓർമ്മപ്പെടുത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ അതിലേക്ക് കയറുന്നില്ല. രണ്ടാമത്തെ അതിൻ്റെ വിശദീകരണമായ ഹദീസിൻ്റെ കാര്യമാണ്. അതും ഹിഫ്ളാക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ 2 കാര്യം പറയാം. അതിലെ അക്ഷരം പോലും അവർ ശ്രദ്ധിച്ചിരുന്നു ഹിഫ്ളാക്കാൻ. ഒരു ഉദാഹരണം പറയാം. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. എന്തിനറിയോ? ഒരു ഹദീസിൻ്റെ അക്ഷരം തെറ്റിയിട്ടുണ്ടോ ഇല്ലേ നോക്കാനാണ്. ഞാൻ കാണാൻ പഠിച്ച പോലെ തന്നെയാണോ ആ ഹദീസ്? അപ്പോൾ അന്ന് റസൂൽ തിരുമേനി പറയുമ്പോൾ അന്ന് അവിടെ സദസ്സിലുണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി. ഇനി ഈജിപ്തിലൊരാളുണ്ട്, ഉഖബത്ത് ബിൻ ആമിർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അത് ഉറപ്പ് വരുത്തണം. അപ്പോൾ മദീനയും ഈജിപ്തും തമ്മിൽ എത്ര അകലുണ്ട്. എന്തിനാ പോകണം? ഒരൊറ്റ ഹദീസിൻ്റെ പദം ഉറപ്പ് വരുത്താൻ വേണ്ടി പോവാണ്. എന്നിട്ടത് അങ്ങനെ തല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും മടങ്ങി പോവാണ്. ഏതായാലും ഈജിപ്തിലെത്തി കുറേ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, പിരമിഡിൻ്റെ നാടാണ്, നൈൽ നദി ഉണ്ട്, ഒക്കെ ഒന്ന് സന്ദർശിച്ച് പോകാമെന്നും കൂടി വിചാരിക്കുന്നില്ല. ആ ഹദീസ് ഉറപ്പ് വരുത്തി ഉടനെ മടങ്ങുകയാണ്. അപ്പോൾ ഈ ഹദീസിന് നബി തിരുമേനി എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ അത് ഹൃദിസ്ഥമാക്കുന്നവർ. അപ്പോൾ ഈ യാത്ര കൊണ്ട് അവർക്ക് ഹദീസിനോടുള്ള സ്നേഹം എത്രയാണ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിലും വലിയൊരു ചരിത്രം ഞാൻ കണ്ട്. ബഖീ ബിൻ മഖ്ലദ് എന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം സ്പെയിനിൽ നിന്ന് ബഗ്ദാദിലേക്ക് അഹ്മദ് ബിൻ ഹംബലിൻ്റെ അടുത്തേക്ക് ഹദീസ് പഠിക്കാൻ പോയ കഥ. 5000ഓളം കിലോമീറ്റർ ഉണ്ട് ആ 2 നാടുകൾക്കുള്ള അകലം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇനിയും ഹദീസുകളുടെ മഹത്വം അറിയേണ്ടതുണ്ട്. പൂർവികരെങ്ങനെയാണ് അത് അറിഞ്ഞത്, അതിൻ്റെ പിന്നാലെ എങ്ങനെയാണ് അവർ കൂടിയത്. അപ്പോൾ നമ്മളിവിടെ ഹിഫ്ളാക്കുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ തയ്യാറായ കുട്ടികളുടെ രക്ഷിതാക്കളും ഇവിടെ പലരും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വലിയ സന്തോഷവാർത്ത ഉള്ള വിഷയം തന്നെയാണിത്. നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ പഠിച്ച് നമുക്ക് ഇതിൻ്റെ കൂലി കിട്ടും. നാളെ ഖുർആൻ പഠിച്ച ആ മക്കളുടെ പിതാക്കളെ റബ്ബ് പരലോകത്ത് ആദരിക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇസ്ലാം ദീൻ പഠിച്ച് ഈ ഹദീസ് പഠിക്കുന്ന, അതിനായിട്ട് നമ്മൾ ദാറുൽ ഹദീസ് തുടങ്ങിയല്ലോ. അതിനെപ്പറ്റി ഒരു വാക്കും കൂടി ഞാൻ പറയട്ടെ. ഇന്നിപ്പോൾ ഇവിടെ PN ഉസ്താദ് പറഞ്ഞു, ഹദീസ് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് അലർജിയാണ്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഇതിനെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ചിലർ പാവങ്ങളാണ്, അറിയാഞ്ഞിട്ടാണ്. ചില ഹദീസുകൾ കേൾക്കുമ്പോൾ അതിപ്പോൾ നബി പറയോ എന്നൊക്കെ വിചാരിക്കണം. വാസ്തവത്തിൽ അങ്ങനെ ജനങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കുന്ന ഹദീസുകളെ അപ്പുറം ഇപ്പുറവും പഠിച്ച് അത് അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ കണ്ടാൽ അത് നബിയാന്നുള്ളിൽ തെളിവാന്ന് ബോധ്യമാവും. ദലായിലും നുബുവ എത്ര ഉണ്ടെന്നറിയാം. ജനങ്ങളെ എതിർക്കുന്ന സിഹിറിൻ്റെ ഹദീസ്, ജനങ്ങളെ എതിർക്കുന്ന ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന ഹദീസ്, ഞാൻ വെറുതെ ഉദാഹരണം പറഞ്ഞാൽ ആ വിഷയത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട് അത് പഠിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ജനങ്ങളുടെ പൊതുവുള്ള മനസ്സ് പഠിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ദാറുൽ ഹദീസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് ഹദീസിനോട് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നു. അതല്ലാതെ പെട്ടെന്നോ ഹദീസ് നിഷേധിയാണ് മറ്റോ ബനാണെന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം അവർക്കിതൊക്കെ നല്ല നിലക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു പഠനം, അതൊക്കെ ഇവർക്ക് അതിനുള്ള തൗഫീക്ക് അള്ളാഹ് നൽകുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സംരംഭങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംസമദീനി ഏതാനും വാക്കുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ ഹദീസും പഠിക്കുന്ന 3 സംരംഭങ്ങളാണ് ഈ ഒരു സദസ്സിൽ തുടങ്ങി വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ മാർഗത്തിൽ അത് നിലനിർത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുമ്മ ആമീൻ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഹദീസ് പഠനം ലോകത്ത് പിറകോട്ട് പോയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഒരു കാരണം അന്വേഷിക്കുമ്പോൾ ഒരു ഹദീസിനെ പറ്റി ഒന്നും അറിയാത്തവനും ഹദീസ് എന്തോ ഒരു 2ാം നമ്പർ എന്ന ഒരു രൂപത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിലെത്തിയത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ, ഓറിയൻ്റലിസ്റ്റുകൾ ഉണ്ടാക്കിയ ഹദീസിനെ പറ്റിയുള്ള ഒരു അവമതിപ്പാണ്. അവരങ്ങനെ പ്രവർത്തിച്ചത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ, ഹദീസിനെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ കഴിയൂ എന്ന അവരുടെ ഉറച്ച പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളിലേക്ക് ഹദീസിനോടുള്ള ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടുള്ള താൽപ്പര്യവും ഉണ്ടാക്കിയെടുക്കുക എന്നത് നമ്മെക്കൊണ്ട് സാധിക്കേണ്ടുന്ന, ഈ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചെറിയ ഒരു കാര്യമല്ല. 30,000 ഹദീസുകൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഹദീസിൻ്റെ സനദ് തുടങ്ങി വെച്ചത് അവസാനിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30,000 സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി. അതാണ് ഹദീസ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വമായി നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവർ അക്സറുഹും അലയ്യ സ്വലാത്തൻ, എനിക്കേറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അഹ്ലുൽ ഹദീസ് എന്ന എല്ലാവരും ഓരോ ആളുകളിലേക്ക് ചേർക്കപ്പെടുമ്പോൾ നമുക്ക് ചേരാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ്. അതുമാത്രം മതി ഇതിൻ്റെ മഹത്വമായി നമ്മൾ കാണാൻ. അതിൻ്റെ കൂടെ തന്നെ വിശുദ്ധ ഖുർആനും അതിൻ്റെ പഠനങ്ങളും കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ഇത് ഖൈറിൻ്റെ മേൽ ഖൈർ എന്ന നിലക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ആത്മാർത്ഥമായി ഈ രംഗത്തേക്ക് ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഈ ഇൽമ് ഓരോ കാലഘട്ടത്തിലും അത് ഏറ്റെടുക്കുന്നവർ ഉദൂൽ ഏറ്റവും നല്ലവരായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സമൂഹത്തിലെ ഉത്തമന്മാരായി നമ്മളെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഹദീസിൻ്റെ സേവനത്തിന് നമ്മെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്നത്. റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ സംരംഭം അതിൻ്റെ നന്മകളിലൂടെ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ദാറുൽ ഹദീസിലെ ഹദീസ് പഠനത്തിന് നേതൃത്വം നൽകുന്നത് ബഹുമാന്യനായ ഷെയ്ഖ് സുഹൈബ് ഹസൻ മുബാറക് ഫൂരി അവர்களാണ്. അദ്ദേഹം യു പിയിൽ നിന്ന് വന്ന്
കഴിഞ്ഞ 8 വർഷമായി ജാമ്യയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്, അദ്ദേഹവും അവിടെ പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ദാറുൽ ഹദീസ് UP-യിൽ സ്ഥാപിക്കുക എന്നത്. അതിനുവേണ്ടി വാപ്പ സ്ഥലമടക്കം വഖഫ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. വാപ്പ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹം എന്നോട് ഒരുപാട് കാലമായി പറയുന്നു, എനിക്ക് എൻ്റെ നാട്ടിൽ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടത്താൻ പറ്റിയ മനുഷ്യന്മാരില്ല. നിങ്ങൾ ജാമ്യയുടെ കീഴിൽ അവിടെ തുടങ്ങി തരുമോ എന്ന് പലപ്പോഴായി ചോദിക്കാറുണ്ട്. സാഹചര്യം അനുകൂലമാകുമ്പോൾ അപ്പോൾ നോക്കാം. അങ്ങനെ ഒരു കൊല്ലം മുമ്പും അദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ തുടങ്ങാം, ഇവിടെ തുടങ്ങിയതാണ്, വിജയിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അവിടെയും തുടങ്ങാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷനറി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ദാറുൽ ഹദീസിലെ അക്കാഡമിക് കാര്യങ്ങളെ നേതൃത്വം കൊടുക്കുക, അദ്ദേഹമാണ് ഇവിടെ പഠിപ്പിക്കുക. ഇൻഷാല്ലാഹ് ജാമ്യയിൽ നിന്ന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കി കൊടുത്ത് ജാമ്യയിൽ പാർട്ട് ടൈമാക്കി നമ്മൾ തൽക്കാലം സൗകര്യം ചെയ്ത് കൊടുത്ത് ബാക്കി മുഴുവൻ സമയം അദ്ദേഹം ഇവരെ കൂടെ ഇൻഷാല്ലാഹ് ഉണ്ടാകും. ധാരാളം തവണ കുതുബുസ് സിത്ത 6 ഹദീസ് ഗ്രന്ഥങ്ങൾ പല തവണ വായിച്ചു തീർത്ത മഹാനാണ് അദ്ദേഹം. മലയാളം അറിയാത്തോടെ നമുക്ക് എത്രയും മുപ്പരെ പുകഴ്ത്താം, മുപ്പക്ക് മലയാളം അറിയില്ല, അതോടെ നമ്മൾ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ പല പ്രാവശ്യം ബുഖാരി മുസ്ലിമൊക്കെ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമായിരിക്കും ഇൻഷാല്ലാഹ് നമ്മുടെ ഈ കുട്ടികളെ ഉസ്താദ്. അതേപോലെ കാശ്മീരിൽ നിന്നുള്ള ഷെയ്ഖ് മാസിദ് അൽ മദനി മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. അദ്ദേഹം കാശ്മീരിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരു സഹ അധ്യാപകനായി ഉണ്ടാവുകയും ചെയ്യും. ഇവർ ചെയ്യുന്ന റിസർച്ച് വർക്കുകൾ, ഇവർ അസൈൻമെൻറ്റുകളൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അദ്ദേഹം അവിടെ നിന്ന് അത് ബാക്കി മൊത്തം പരിശോധിച്ച് റെഡിയാക്കി അതിൻ്റെ വിലയിരുത്തലും പരീക്ഷയൊക്കെ അദ്ദേഹം അവിടെ നടത്തും. ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മോട് പറയും. അദ്ദേഹം അറബിയിലായിരിക്കും, നമുക്കത് പലർക്കും മനസ്സിലാവില്ല, എന്നാലും അദ്ദേഹം നമ്മുടെ ഉസ്താദിലേക്ക് നമ്മളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കുക. ഫലതഫദ്ദൽ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. الحمد لله الذي تتم بنعمته الصالحات. قال الله تعالى: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه. وقال تعالى: فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. وقال الشاعر: أهل الحديث هم أهل النبي وإن لم يصحبوا أنفاسه صحبوا. أيها الإخوة والمشايخ الكرام، كان تأسيس دار الحديث رؤيا، والله عز وجل أظهرها في سورة المبنى المبارك الذي نجلس فيه لدراسة الحديث الشريف، أقوال النبي صلى الله عليه وسلم وأفعاله. إن دراسة الحديث الشريف أيها الإخوة دأب السلف الصالحين وطريقتهم، وهم نشروا هذا العلم حسب أسعهم في الدنيا كلها. وأن الهند يعني أرض الهند لم يكن بها هذا العلم منذ فتحها أهل الإسلام، بل كان غريبا كالكبريت الأحمر، حتى من الله عليها بإفاضة هذا العلم المبارك على بعض علمائها كالشيخ عبد الحق المحدث الدهلبي المتوفى سنة 52 وألف للهجرة. ثم جاء زمن المحدث الأكمل وحكيم الأمة الشاه ولي الله المحدث الدهلوي المتوفى سنة 76 و100 وألف للهجرة. فخدم هذا العالم الكبير هذا العلم المبارك خدمة عظيمة، وكذا جميع أولاده وأحفاده رحمهم الله. ثم جاء زمن الشيخ العربي والعجم بالاتفاق
العلامة السيد المحدث نذير حسين الدهلوي رحمه الله تعالى، فازدهر هذا العلم ازدهارا عجيبا، وتخرج على يديه مثل المحدث المباركفوري صاحب تحفة الأحوذي، وكذلك العلامة العظيم آبادي والعلامة أمر السري رحمهم الله جميعا. وإن شاء الله بإذن الله دار الحديث هذه تبقى وتحيا إلى يوم القيامة، ويتخرج فيها علماء محدثون ومحققون بإذن الله تعالى. وما في الوقت الكثير حتى أكلم عن شرف أصحاب الحديث وأهله، إن شاء الله في برنامج آخر يمكن نلقي مثل هذه الكلمات. وأختم بقصتي مع الوالد بالنسبة لدار الحديث. لما أخبرت الوالد رحمه الله تعالى ومضى على وفاته 4 أشهر، ولما أخبرته عن دار الحديث ففرح جدا ودعا للخير والبركة، ونصحني وقال لي: أنت لا تقدم الطلب للتدريس في دار هذا الحديث، في دار الحديث هذه لا تقدم الطلب، ولكن استثنى إلا أن تكلف من المسؤولين فتقبل هذه المسؤولية، وإلا لا تقبل. كنت جالسا مع الشيخ فيصل في دار الحديث في بادامبولي، فقال الشيخ: بشرى لك. فقلت: ما هي البشرى يا شيخ؟ قال: بربور أستاذ اتفق معنا على 4 أيام في دار الحديث لك ويومين في الجامعة. فلما كلفت هذه المسؤولية فتذكرت وصية الوالد رحمه الله تعالى، فقلت: ما دمت كلفت فأنا أقبل إن شاء الله. فعملا بوصية الوالد أنا قبلت هذه المسؤولية، ودعا لي الوالد رحمه الله تعالى للخير والبركة في دار الحديث هذه. فإن شاء الله نحاول حسب أسعنا بفضل الله تعالى ومنه، وإن شاء الله نحن طلبة العلم، ولكن ندعو الله تعالى ونرجو الله تعالى يتخرج في هذه الدار مثل محدث المباركفوري، ومثل السيد نذير حسين محدث الدهلوي، ومثل الأمر السري رحمهم الله جميعا، ومثل العظيم آبادي، ومثل حكيم الأمة الشاولي الله محدث الدهلوي. الآن معنا فقط 8 طلاب، ولكن إن شاء الله من حيث المعنى ومن حيث الخير والبركة إن شاء الله يتفوقون على 800,000 إن شاء الله تعالى بإذن الله تعالى. أكتفي بهذا الدعاء. مع هذا الدعاء: اللهم اجعلنا من الراشدين، اللهم اجعلنا من أهل النبي صلى الله عليه وسلم وأهل الصحابة، اللهم اجعلنا من أهل السلف الصالحين، اللهم اجعلنا ممن قال النبي صلى الله عليه وسلم فيهم: لا تزال طائفة من أمتي ظاهرين على الحق. وقال النبي صلى الله عليه وسلم: وما اجتمع قوم في بيت من بيوت الله، اللهم اجعلنا من هؤلاء. وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله يتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده. وصلى الله وسلم على نبينا محمد، والسلام عليكم ورحمة الله وبركاته. جزاكم الله خير، بارك الله فيكم، ووفقنا وإياكم بما فيه الخير، وغفر لوالدكم وأدخله الفردوس، آمين يا رب العالمين. ഷെയ്ഖിൻ്റെ പിതാവിൻ്റെ വസിയ്യത്താണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംരംഭം തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ പാപ്പ വല്ലാതെ സന്തോഷിച്ചു. ഒരുപാട് ഖൈറിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. അവിടെ അധ്യാപകനാവാൻ ഒരവസരം ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ മാത്രം അത് ഏറ്റെടുക്കണം എന്ന് പാപ്പ ഉപദേശം കൊടുത്തു. ആ നിലയ്ക്ക് അത് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ പാപ്പാൻ്റെ വസിയ്യത്ത് കൂടി ഓർത്തുകൊണ്ട് അദ്ദേഹം അത് ഏറ്റെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല വലിയ ഖൈറുകൾ നമുക്കെല്ലാം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവിന് ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ.
ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകി അദ്ദേഹത്തിൻ്റെ പിതാവ് ഫദ്ലുൽ ഹഖ് റഹിമഹുല്ലാ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ചെറിയ 2-3 സംസാരം കൂടിയുണ്ട്. ഒന്ന് നമ്മുടെ ദാറു ഹഫ്സ പെൺകുട്ടികളുടെ ഹിഫ്ളാണല്ലോ. അപ്പോൾ ഹിഫ്ള് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ആ നിലക്ക് പ്രായോഗികമായി കണ്ട ജാമിയയുടെ അൽ ഹിന്ദ് ഖുർആൻ അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു കാര്യദർശി കൂടിയായ ബഹുമാനനായ സക്കരിയ മദീനി അദ്ദേഹം ദാറു ഹഫ്സയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തും. അദ്ദേഹത്തെ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ ഇമാമിൽ മുത്തഖീൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. اللهم انفعنا بما علمتنا وعلمنا بما ينفعنا وزدنا علما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا. മേലെ റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉസ്താദ്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ ഹദീസ് എന്ന മഹനീയമായ ആശയത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒന്നാണ് ദാറുൽ ഹഫ്സ. യഥാർത്ഥത്തിൽ ചില മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആശയം അത് രൂപപ്പെട്ടിരുന്നെങ്കിലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇപ്പോഴാണ് അത് പൂർണ്ണമായത്, അത് യാഥാർത്ഥ്യമാക്കി തുടങ്ങിയത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംരംഭങ്ങളെല്ലാം പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെ ഇൽമിൻ്റെ കേന്ദ്രമായി, ഖുർആനിൻ്റെ നൂറിൻ്റെ കേന്ദ്രമായി അള്ളാഹുവിനെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമല്ല എന്നുള്ളതാണ്. പലപ്പോഴും അവിടെ അങ്ങനെ സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഇന്ന മഹല്ലിൽ ഇങ്ങനെയുണ്ട്, ഇന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ലക്ഷ്യം. എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ കൃത്യമായ പഠനങ്ങൾക്കും മുഷാവറകൾക്കും അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും അങ്ങനെ ദാറു ഹഫ്സ എന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠന സംവിധാനം രൂപപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ബഹുമാന്യനായ ഫൈസൽ മൗലവി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി, ഇന്ത്യയുടെ പുറം രാജ്യങ്ങളിലൊക്കെ തന്നെയായി പല സംവിധാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ചിലയിടങ്ങളിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനൊരു സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഉമ്മത്തിൽ എത്ര ഖൈറായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൂട്ടിവെച്ച് അഹ്ലുസുന്നയുടെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തുവാനുള്ള പരിശ്രമമാണ് ഇതിലൂടെ ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു പുരുഷൻ ദീൻ പഠിക്കുകയും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം നമുക്കറിയാം അതൊരു വീടിൻ്റെ പടിവര മാത്രമാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ വീടിൻ്റെ ഉള്ളറകളിൽ ദീൻ ഉണ്ടാകണമെങ്കിൽ, മക്കൾ ദീനിയായി വളരണമെങ്കിൽ, ദീനി അന്തരീക്ഷത്തിൽ വീട് സഞ്ചരിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ സ്ത്രീകൾക്ക് ദീൻ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം, സ്ത്രീകൾക്ക് ഖുർആൻ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പ്രവാചകന്മാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടക്കം അവരെ പാകപ്പെടുത്തിയത് പലപ്പോഴും ഉമ്മമാരായിരുന്നു. ഇസ്മായിൽ നബിയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഹാജർ അലൈഹിസ്സലാം, മഹാനായ ഈസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മറിയം അലൈഹിസ്സലാം, ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി തുടങ്ങിയ പണ്ഡിതന്മാരെ ഒക്കെ തന്നെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉമ്മമാരാണ്, അവരുടെ സഹോദരിമാരാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് വളർത്തിയതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വളരെ ആധുനികമായ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ മദീനയിൽ ഉണ്ടായിരുന്ന 8 വിദ്യാർത്ഥികൾ, ഈ 8 വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേകത, അവരൊക്കെ മസ്ജിദ് നബവിയിലും പരിസരമായ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവരാണ്. അവരൊക്കെ ഖുർആനുമായി വളരെയധികം ബന്ധം പുലർത്തിയവരായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഒരു പുതിയ കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ, ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു സംവിധാന ലോകത്തേക്ക് വന്നാൽ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇവർ ചർച്ച ചെയ്തിരുന്നത് ഇന്ന ഷെയ്ഖിൻ്റെ ദർസ് കേൾക്കാൻ പോയില്ലേ, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഖിറാഅത്ത് കേട്ടില്ലേ, ഇന്ന റിവായത്തുള്ള പാരായണം കേട്ടോ, അങ്ങനെ ഖുർആനുമായി ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, നമുക്ക് ഒന്ന് പഠിക്കാം എങ്ങനെയാണ് ഇവർ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ ആ 8 വിദ്യാർത്ഥികൾക്കും അവരുടെ ഉപ്പമാർക്ക് 8 വാപ്പമാർക്കും ഒരു മെസ്സേജ് അയച്ചിരുന്നു.
ആ മെസ്സേജിൽ ഞാൻ ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ തർബിയത്ത് കൊടുത്തത് എന്നുള്ളതായിരുന്നു. ആ മക്കളോട് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതായിരുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്നത്, അവർ ഖുർആൻ കേട്ട് തുടങ്ങിയത്, അവർ ദീൻ കേട്ട് പരിചയിച്ചത് അത് ഏതെങ്കിലും ഒരു ദർസിൽ പോയിട്ടല്ല, ഏതെങ്കിലും ഒരു പള്ളിക്കൂടത്തിൽ പോയിട്ടല്ല, മറിച്ച് അവരുടെ ഉമ്മമാർ അവരെ തൊട്ടിലിൽ ഉറക്കുമ്പോൾ, അവരുടെ വീടിൻ്റെ ഉള്ളിലെ സംസാരങ്ങൾ നടക്കുമ്പോൾ, അവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അവരുടെ ഉമ്മമാർ പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തിയതുകൊണ്ട്, അവരുടെ ഉമ്മമാർ ദീനുമായി ബന്ധം പുലർത്തിയതുകൊണ്ട് അന്ന് മുതൽ, ചെറുപ്പം മുതൽ അവർ കേട്ട് വളർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബ്ഹാനല്ലാഹ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാറു ഹഫ്സ ആരംഭിക്കുമ്പോൾ കേവലം ഒരു സ്ഥാപനമല്ല തുടങ്ങുന്നത്, മറിച്ചൊരു ഉമ്മത്തിനെ ഇവിടെ വളർത്തിയെടുക്കുകയാണ്. ഒരു ഉമ്മത്തിലേക്കുള്ള പുതിയൊരു വെളിച്ചം ഇവിടെ വീശുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമായി കൂടെ ഉണ്ടാകണം, സഹകരിക്കണം, ക്ഷമിക്കണം. നല്ലൊരു സബറും മുസാബറയും നമുക്ക് ആവശ്യമാണ്. ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്ഷമയോടുകൂടി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുവാൻ നാം തയ്യാറാകണം. മക്കളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന ദാറു ഹഫ്സയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം, പൊന്നുമക്കളെ, നമ്മുടെ പിറകെ വളരെയധികം നമ്മളെ പിഴപ്പിക്കുവാനും ബുദ്ധിമുട്ടിക്കുവാനും ശൈത്താൻ ഉണ്ടാകും. അതിനെയൊക്കെ നമ്മൾ മറികടന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പരിപൂർണമായും ഭരമേൽപ്പിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ കടമ്പകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്നുള്ളത്, ഇത് കേവലം ദാറുൽ ഹദീസിൽ പഠിക്കുന്ന, ദാറു ഹഫ്സയിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ മഅഹദുൻ നൂറൈനിയിൽ പഠിക്കുന്ന ആളുകൾ മാത്രമല്ല, മറിച്ച് നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പഠിതാക്കളായി മാറണം. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരായി, ഖുർആൻ്റെ ആശയങ്ങൾ പഠിക്കുന്നവരായി മാറണം. എപ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട്, എൻ്റെ സദസ്സിൽ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ഒരു പക്ഷേ രണ്ടാമതൊന്നും സംഭവിക്കും. ഒരു പക്ഷേ നമ്മൾ ഖുർആൻ പഠിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരണപ്പെടും, അല്ലെങ്കിൽ ഹാഫിളായിട്ട് മരണപ്പെടും. രണ്ടാണെങ്കിലും ഗുണമാണ്. ഒന്ന്, ഹിഫ്ദ് പൂർത്തിയാക്കി ഖുർആൻ പഠിച്ചിട്ട് മരണപ്പെടുകയാണെങ്കിലോ ഹാഫിളീങ്ങളുടെ ദർജ. ഇനി ദീൻ പഠിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, നമ്മൾക്കറിയാം ഒരു മനുഷ്യൻ ഏതൊരവസ്ഥയിൽ മരിക്കുന്നോ ആ അവസ്ഥയിൽ പുനർജീവിപ്പിക്കപ്പെടുമെങ്കിൽ നമ്മളും ഖുർആൻ പഠിതാക്കളായ അവസ്ഥയിലാണ് പുനർജീവിപ്പിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അല്ലാഹുവിൻ്റെ ദീൻ പഠിച്ച് മുന്നേറാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ ഭാഗമായി ഇവിടെ പി സ്കൂളിൻ്റെ തൊട്ടുമുന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ തന്നെ സ്ഥാപനം അത്തഹ്സീൻ ഖുർആൻ അക്കാഡമിയുടെ കീഴിൽ ഇൻഷാ അല്ലാഹ് ആഴ്ചതോറും ക്ലാസ് നടക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, മുതിർന്ന സ്ത്രീകൾക്കും ചെറിയ പെൺകുട്ടികൾക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് ആഴ്ചതോറും ഖുർആൻ പഠിക്കാനും മനഃപ്പാഠമാക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഈ വരുന്ന ജൂലൈ 5-ാം തീയതി മുതൽ ആരംഭിക്കും. ആ ഒരു കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിലും കേൾക്കുന്നതിലുപരി ഏറ്റവും നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ദാറുൽ ഹദീസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ബോഡിയിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ഹംസ ഷാക്കിർ ഹിക്കമി. അദ്ദേഹം ഏതാനും ചില മിനിറ്റുകൾ നമ്മോട് സംസാരിക്കും. ദാറുൽ ഹദീസ് പ്രവർത്തിക്കുന്ന പള്ളി യഥാർത്ഥത്തിൽ ഒരു പടച്ച റബ്ബിന് അങ്ങേയറ്റ തൗഫീഖാണ് എന്ന് പറയാം. നമ്മുടെ സമീർ മുണ്ടേജി ഒരിക്കൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിന് അദ്ദേഹത്തിന് ഒരു ചെറിയൊരു പള്ളി ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്, നിസ്കരിച്ച് പൂട്ടിപ്പോണ പള്ളി ആകും ചെയ്യരുത്, വലിയ പൈസ ഇല്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, ഒരു കമ്പനി ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. കമ്പനിയിൽ നിന്ന് ഒരു നഷ്ടപരിഹാരം എന്നുള്ള കുറച്ച് പൈസ കിട്ടി. അപ്പോൾ ഇത് അങ്ങനെ കിട്ടിയ പൈസ ഖൈറായ വഴിക്ക് ഉപയോഗിക്കാം എന്ന നിലക്ക് അദ്ദേഹത്തിനൊരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ 4-5 പള്ളികളുടെ ഒരു ഇത് ഞാൻ അയച്ചു കൊടുത്തു. ഫയല് നമ്മുടെ കക്കാട് പള്ളി മുതൽ വ്യത്യസ്തമായ പള്ളികളുടെ ഫയൽ അയച്ചു കൊടുത്തു. അതിലൊക്കെ ഭാഗവാക്കാകാൻ പറ്റും. ആ കൂട്ടത്തിൽ ഇതും കൊടുത്തു. ഈ സ്വപ്നങ്ങളും പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതായിക്കോട്ടെ, എനിക്കിതാണ് ലാഭം എന്ന് പറഞ്ഞ് ആ സഹോദരൻ അത് ഏറ്റെടുത്തു. അതാണ് അൽഹംദുലില്ലാഹ് തുടക്കമായത്. അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ നിസ്കരിച്ച് പൂട്ടിപ്പോകുന്ന പള്ളിയല്ല എന്ന് മാത്രമല്ല 24 ഹവറും ഇൻഷാ അല്ലാഹ് സജീവമായൊരു പള്ളി റബ്ബ് അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. ഇപ്പം നാട്ടിലില്ലാത്തത് കൊണ്ട് ഇന്നിവിടെ എത്തിയിട്ടില്ല. സമീർ മുണ്ടേരി ഇതിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം പുറപ്പെട്ടിരുന്നു.
വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് മറ്റൊരു വണ്ടി വന്ന് ഇടിച്ച് കുറച്ച് പ്രയാസമായി അദ്ദേഹം തിരിച്ചു പോകേണ്ടി വന്നു. പരിക്കൊന്നും പറ്റിയിട്ടില്ല. വണ്ടിക്ക് അത്യാവശ്യം പരിക്കുണ്ട്, പക്ഷേ അല്ലാതെ ആർക്കും പ്രത്യേകിച്ച് മറ്റു പ്രയാസങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇതിൽ പങ്കെടുത്ത കൂലി റബ്ബ് അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. ഏതായാലും ആ രണ്ട് മനുഷ്യന്മാരാണ് ആ ഒരു സ്ഥാപനം, ആ ഒരു കെട്ടിടം അവിടെ വരാൻ നിമിത്തമായി മാറിയത്. ഞങ്ങൾ കൂടിയിരുന്നതിൻ്റെ ബാക്കിയെല്ലാം ചർച്ചയിൽ തീരുമാനിച്ചു. അതിൽ ഒരു നേതൃപരമായ പങ്ക് വഹിച്ച ആളാണ് ഹംസ ഷാക്കിർ ഹിക്കമി. അദ്ദേഹം ദാറുൽ ഹദീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ സംസാരിക്കും. ശേഷം ഷബീബ് സലാഹി മഹദുൻ നൂറൈനിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്കതോടെ സമാപിക്കുകയും ചെയ്യാം. ഹംസ ഷാക്കിറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ദാറുൽ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പം നമ്മളിവിടെ ഒരു സദസ്സ് കൂടി ഇവിടെ സംസാരിക്കുന്നു, ദാറുൽ ഹദീസ് തുടങ്ങിയെന്ന് പറയുന്നു, കുറച്ച് കുട്ടികളെ കയ്യിൽ പഠിക്കാൻ ചേർന്നു എന്ന് പറയുന്നു. ഈ പറയുന്ന സുഖം ഈ വരുന്ന ഒരു വർഷം അതിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനോ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കോ ഇപ്പറയുന്ന സുഖം ഉണ്ടാവില്ല. അത് വലിയ തൗഫീഖ് കിട്ടി മുന്നോട്ട് പോവേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ എല്ലാ കാരണങ്ങളും ഒത്തിണങ്ങി അത് പഠിപ്പിക്കുന്ന ഉസ്താദിന് ആരോഗ്യം വേണം, ആഫിയത്ത് വേണം. പഠിക്കാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്നവർക്ക് ആരോഗ്യം വേണം, ആഫിയത്ത് വേണം. അള്ളാഹുവിൽ നിന്നുള്ള വലിയ തൗഫീഖുകൾ പല ഘടകങ്ങൾ ഒത്തുചേർന്നാൽ മാത്രം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മളീ പറയുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 100 പേജ് പുസ്തകം, ഒരു മലയാളം ഒരു 100 പേജ് വെറുതെ വായിക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു 100 പേജ്. അങ്ങനെയുള്ളിടത്ത് ആയിരങ്ങൾക്കപ്പുറം പേജുകളാണ് ഇവർ വായിക്കാൻ പോകുന്നത്. വെറും വായനയല്ല, അത് പഠിക്കാൻ പോവാണ്. 30,000 ഹദീസുകൾ എന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ. അതൊരു അതിശയോക്തിയല്ല. 30,000 ഹദീസ് കുറവാണ്. നമ്മൾ കുത്തുബ് സിത്ത മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 6 ഹദീസിൻ്റെ കിതാബുകൾ. അത് 9 ഉണ്ട്, 9 അല്ല 100 ഉണ്ട്, 200 ഉണ്ട്. അതിൻ്റെ പുറത്തേക്കൊക്കെ ബാക്കി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു മഹാസമുദ്രത്തിൻ്റെ ഒരു ഓരത്ത് ആരും നുകരാത്ത, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം നുകർന്നവർ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് നുകരാൻ വേണ്ടി ചിലർ തയ്യാറായി വന്നിരിക്കുകയാണ്. അവരെ പഠിപ്പിക്കാൻ ഒരു ഉസ്താദും. അപ്പം കുത്തുബ് സിത്ത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ഈ ഹദീസിൻ്റെ ചർച്ചകളിലൊക്കെ. ആ ഹദീസിൽ അവർ ഒന്ന് സഞ്ചരിക്കുകയാണ്, അതിൻ്റെ ഓരത്തു കൂടി സഞ്ചരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് വിശദമായി ഞാൻ പറയല്ല. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടത്, പ്രത്യേകിച്ച് ഈ പഠിക്കുന്ന ആളുകളുടെ അവരുടെ കുടുംബക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പിന്നെ വിവാഹിതരായവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഒരു കൊല്ലത്തേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അവർക്ക് വേണം. എങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ അവർക്കൊരു പൂർണ്ണതയിലേക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് എത്താൻ പറ്റുകയുള്ളൂ. ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പരമാവധി ആലോചിച്ചു അത് 2 കൊല്ലമാക്കിക്കൂടെയെന്ന്. കാരണം ഇത് പഠിക്കാൻ പോകുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു കുടുംബത്തിനെ ഏറ്റെടുക്കാൻ പ്രായമായ ആളുകളാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ വരുന്നത്. വിവാഹിതരായവരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അല്ലാത്തവരും വിവാഹം ചെയ്യാനും കുടുംബത്തെ നോക്കാനുള്ളവരാണ്. പക്ഷേ ആ ബാധ്യത അവിടെ ഉണ്ടായിരിക്കത്തിന് അവർ ഇതിന് മെനക്കെട്ട് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പടച്ചവനിൽ നിന്നുള്ള സപ്പോർട്ട് അതാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഭൗതികപരമായ ചില കാരണങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. അതിൻ്റെ ഉസ്താദ് സിലബസ് എന്നുള്ള പറഞ്ഞതൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വീട്ടുകാരെന്ന് പറയുന്ന ഒരു സൈഡ് അവിടെയുണ്ട്. വീട്ടുകാരുടെ ഈ വിഷയത്തിൽ ഈ പഠനത്തിൽ മുന്നോട്ട് വന്ന നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവർ ഇത് എപ്രകാരം ഉൾക്കൊണ്ടോ, എത്ര താല്പര്യം അവർക്കുണ്ടോ അതേ താല്പര്യം, അതേ ഉൾക്കൊള്ളൽ ഇവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടി ഉണ്ടാവുമ്പോഴാണ് അവർക്കിത് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത്രയും ഭാരിച്ച ഈ ഒരു സിലബസ് ക്രമീകരിക്കാൻ അതിൻ്റെ പിന്നിൽ കൂടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഭാരമുണ്ട്. അത് മുഴുവൻ വായിക്കാനല്ല, ഇതൊന്ന് ക്രമമാക്കാൻ വേണ്ടി, ഇതൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ. ഒരു ദിവസം എത്ര പേജ് വായിച്ചാൽ, ഒരു ദിവസം എത്ര ഹദീസ് വായിച്ചാൽ ഇവർക്കൊരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാം എന്നതിന് ഇത് കണക്ക് കൂട്ടാൻ വരെ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഈ കണക്ക് കൂട്ടിയത് വായിച്ചെടുക്കാനുള്ളവരാണ് ഇവർ. അത് വായിച്ചാൽ പോരാ, അതിനെ മനസ്സിലാക്കി അതിൽ വിശദീകരണം നടത്തി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അത് ഒരു കൊല്ലം കൊണ്ട്.
അതുകൊണ്ട് പരാതികൾ, ഈ പറഞ്ഞ കുട്ടികളോട് പരാതികൾ പറയുന്നത് അവർക്ക് പിന്നെ തീരെ അവരുടെ ഉത്തരവാദിത്വം എന്തെന്ന് ചിന്തിക്കാതെ, ബോധമില്ലാതെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ബാഹ്യമായത് ഭാരിച്ചതി ഒരു കൊല്ലത്തേക്ക് കൊടുക്കുന്നത് ഒക്കെ നമ്മൾ മാറ്റി വെക്കണം. അവർ ഹദീസിന് ഖിദ്മ ചെയ്യാൻ വന്നവരാണ് എന്ന ഒരു ബോധ്യത്തോടെ അവർക്ക് ഞാൻ സഹായം ചെയ്യുമ്പം, ഞാൻ അവരോടൊപ്പം സഹകരിക്കുമ്പം, എൻ്റെ വീട്ടിലെ ഇവന് വേണ്ടി ഞാൻ സഹകരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി പ്രതിഫലം ആ ഹദീസൊന്നും ഓതിയിട്ടില്ലെങ്കിൽ പോലും എനിക്കുമുള്ളതാണ് എന്ന നിയ്യത്തോടു കൂടി ഇവർക്ക് പരമാവധി സപ്പോർട്ട്, പൊതുജനങ്ങൾ, ഇവരാരെന്നറിയാത്ത, ഇവർക്കാരെന്നറിയാത്ത ആളുകൾ ഇതിന് സമ്പത്ത് നൽകിയിട്ട് ഇതിന് സഹകരിക്കുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞു ആ പള്ളി അവിടെ നിർമ്മിച്ചത്, അതൊന്നും ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലില്ല, അത് ആരാ മനുഷ്യനെന്ന് പോലും. അപ്പോൾ ഇവരൊക്കെ പുറത്തുനിന്ന് ആരൊക്കെയോ ഇതിന് പൈസ കൊണ്ടും മറ്റൊക്കെ സഹായം ചെയ്യുമ്പം നമ്മൾ വീട്ടുകാർ അതിന് സഹായം ചെയ്യാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അത് ഉണ്ടാവില്ല എന്നല്ല, അതിന് പരമാവധി അവരെ നമ്മൾ ഫ്രീ ആക്കി കൊടുക്കാം, ഫോളോ അപ്പ് ചെയ്യാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മീറ്റിങ്ങിനൊക്കെ പോകും സ്കൂൾക്ക്. ഇതിലിപ്പോൾ മീറ്റിംഗ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എവിടുത്തെ പഠനം എന്താണ്, ഇനി എന്താ വേണ്ടത് എന്ന്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. കാരണം അതില്ല എങ്കിൽ ഇത് പാതി വഴിയിൽ നിൽക്കുന്ന വലിയ ഒരു വ്യസനത്തിന് അതൊക്കെ കാരണമാവും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഈ വിഷയത്തിൽ അത്യാവശ്യമാണ്. അത്രയും ഭാരിച്ചൊരു സിലബസാണ് ഇവർ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരു ലക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് വരെ ഇതിനോടൊപ്പം നിലനിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. സമാപിച്ചുകൊണ്ട് ഷബീബ് സലാഹി നമ്മൾ സംസാരിക്കും. മഅ്ഹദുൻ നൂറൈൻ എന്ന സംവിധാനത്തെ ഊന്നി ചില വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമാപനം നടത്തുന്നത്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അമ്മാ ബഅദ്. നമ്മളിന്നിവിടെ തുടങ്ങുന്ന 3 സ്ഥാപനങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻമാതൃകയില്ലാത്ത സ്ഥാപനങ്ങളാണ്. മഅ്ഹദുൻ നൂറൈൻ എന്നത് നമുക്കറിയാം. പല ആളുകളും ചെറുപ്പത്തിൽ രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തിനോ മറ്റോ ഒക്കെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും പിന്നീട് അത് പാടെ തിരസ്കരിച്ച് മറന്നുപോയി ഹിഫ്ള് എന്നുള്ളത് സ്വപ്നമായി കണ്ട് പഠിച്ചു വന്നവർ തന്നെ ഹിഫ്ള് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു ദാരുണമായ അവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെയല്ല, ജീവിതത്തിൽ താൻ മനഃപ്പാഠമാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരിയും അത് മരണം വരേക്കും ഓർമ്മ നിലനിർത്തണമെന്ന ലക്ഷ്യവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് തങ്ങളോട് പറയുന്നത്, തൻ്റെ ഉമ്മത്ത് അതല്ലെങ്കിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിന് തനിക്കതിലൂടെ എന്താണ് ചെയ്തു കൊടുക്കാനുള്ളത് എന്നൊക്കെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ ആ ഹിഫ്ളുകൾ അത് കൃത്യമാക്കുന്നതോടൊപ്പം തന്നെ പിന്നീട് ചെറിയ രൂപത്തിലുള്ള മുത്തൂനുകളും അതോടൊപ്പം തന്നെ ഹദീസുകളുമൊക്കെ മനഃപ്പാഠമാക്കുന്ന ഒരു സംരംഭമാണ് മഅ്ഹദുൻ നൂറൈൻ. 2 നൂറുകൾ എന്നാണ് നൂറൈൻ എന്ന് പറഞ്ഞാൽ. അഥവാ ഒന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തത് തിരുസുന്നത്താണ്. ഈ രണ്ടിനെയും സഹായിക്കുക, അതിന് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു പുതുതലമുറയെ, എന്നാൽ അവരുടെ ഭൗതിക പഠനങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. മഅ്ഹദുൻ നൂറൈൻ നമ്മൾ തുടങ്ങുന്നത് കൊണ്ടോട്ടിക്കടുത്തുള്ള മുതുവല്ലൂരുള്ള നമ്മുടെ പുതുതായി തുടങ്ങിയ സലഫി മസ്ജിദിൽ വെച്ചാണ്. നേരത്തെ ഷെയ്ഖ് മുബാറക് ഫൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയിലുള്ള ഇടമാണ് പള്ളികൾ. ആ പള്ളികളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇൽമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ഇൽമ് നേടുവാനായി തൗഫീക്ക് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ്. അതിനുവേണ്ടി നമ്മുടെയൊക്കെ മക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുവാൻ ആവശ്യമായ അഥവാ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ അവരെ സഹായിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നതാണ് എനിക്ക് ഈ രംഗത്ത് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി ഫഹഫിളഹ ഫഅദ്ദാഹ കമാ സമിഅഹ. നല്ലറല്ലാഹ് എന്നാണ് പറഞ്ഞത്.
അത് ഒരു പ്രാർത്ഥനയായി കൊണ്ടാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. അള്ളാഹു ഈ ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ്. അവരുടെ മുഖപ്രസന്നതയുണ്ടാകട്ടെ എന്നും അതുപോലെ തന്നെ പരലോകത്ത് അവർക്ക് വിജയമുണ്ടാകട്ടെ എന്നുമുള്ള പ്രാർത്ഥനയാണ് നദ്ദറ എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ അതൊരു പ്രാർത്ഥനയായി കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അവിടെ ആത്മാർത്ഥമായി കൊണ്ട് ഖുർആനിനും സുന്നത്തിനും ഖിദ്മത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നമ്മുടെ വരും തലമുറകൾക്കുണ്ടാകുവാൻ വേണ്ടി നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ അത് മുറിഞ്ഞു പോകാതെ തുടർന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള സഹായങ്ങളുമാണ്. ഇത് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മഹദുൻ നൂറൈനെ പോലെ അതുപോലെ തന്നെ ദാറുൽ ഹദീസിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും നമ്മുടെ കേരളത്തിലുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. സന്നദ്ധതയുള്ള ആളുകൾ മുന്നോട്ട് കടന്നു വന്നാൽ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുടെ മുൻപിൽ നിൽക്കുവാനും അതിൻ്റെ ഒന്നാമത്തെ ആളുകളാകുവാനും അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ ആ ഒരു ഖിലാസോടും ഈമാനോടും കൂടി ഇനിയും ഇത്തരത്തിലുള്ള നന്മകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് പിരിയാം. ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി പറയുവാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഫലമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടു കൂടി ഈ യോഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.